എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വളച്ചെടുക്കുക എന്നൊക്കെ ഉള്ള ഒരാളെ ക്രഷ് അടിക്കുക, അവരെ പോയി അങ്ങോട്ട് സംസാരിക്കുക, അവരെ വളച്ചെടുക്കുക. ഇങ്ങോട്ട് വന്ന് ആരും ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. എനിക്കത് ഇഷ്ടമല്ല. എന്നെ ഇങ്ങോട്ട് ആരും ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലും. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിംഗ്സ് ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. അപ്പൊ അതാണ് പറഞ്ഞ നേരത്തെ അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത് ചോദിക്കരുത്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന്. അങ്ങനെയല്ല, ഒരു 28 വയസ്സിലുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഭയങ്കര പൈസ കേട്ടോ. ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ, അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. നല്ല രസമാണ്, ഭയങ്കര ഫീലിങ്സ് ആണ്, നല്ല രസമാണ്. നമ്മള് എന്തുകൊണ്ട് സ്വർഗ്ഗലോകത്തൊക്കെ ആയിരിക്കും. ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ പുരുഷന്മാരുടെ ഭാഗ്യം. കാരണം ഇഷ്ടംപോലെ സെക്സിന് ഒരു പഞ്ഞവും ഉണ്ടാവത്തില്ല. അപ്പൊ ഇവൻ ആ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തന്നാൽ അവള് ഭയങ്കര കടിമൂത്തന്റെ പുറകെ നടക്കുമെന്ന്. പക്ഷെ അവന്റെ സെക്സ് വലിയ കൊള്ളത്തില്ലായിരുന്നു. നമ്മുടെ റിലേഷൻഷിപ്പിൽ സെക്സ് നല്ല അല്ലെങ്കിൽ നമുക്ക് അവരോട് വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ടാവും, ചില ആൾക്കാർ പറയത്തില്ല. അത് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവരുടെ കൂടെ ഒക്കെ പോയിട്ടേ സേഫ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിപ്പോ 4-5 പിള്ളേരായിട്ട് ഞാൻ ഇവിടെ ഇന്റർവ്യൂ വന്നിരുന്നത്, മനസ്സിലായോ? അതാ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാം. താങ്കളുടെ റീസെന്റ് ഒരു വീഡിയോ റീല് ഞാൻ കണ്ടിരുന്നു. അതായത് ഒരു 19 വയസ്സായിട്ടുള്ള ഒരു വനിത ഗർഭിണിയായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു, വയറുവേദന എന്ന് പറഞ്ഞെത്തുന്നു, ബാത്റൂമിൽ ഇരുന്നിട്ട് പ്രസവിക്കുന്നു. അത് നമുക്ക് പുതിയൊരു കാര്യമല്ല. 2024 പനമ്പള്ളിയിൽ ഇതേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ബാത്റൂമിൽ നിന്ന് പ്രസവിച്ചിട്ട് പൊതിഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് എറിഞ്ഞു നമ്മുടെ കൊച്ചി പനമ്പള്ളിയിൽ. ഇതുപോലെ പല ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ താങ്കൾ എന്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് വളരെയധികം ഡൗട്ട്ഫുൾ. ബിക്കോസ് 19 വയസ്സുള്ള ഒരു വനിത പ്രസവിച്ചു, അത് ബാത്റൂമിൽ കൂടെ ചോര കുഞ്ഞിനെ എടുത്ത് എറിയുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രൂവൽ മൈൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പെറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് അബോട്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ഒരു IPL കഴിച്ചാൽ പോരെ? അത് ഇപ്പൊ ഞാൻ IPL കഴിച്ചാലും പ്രഗ്നന്റ് ആവുന്ന ആൾക്കാരുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ IPL ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓവുലേഷനെ തടയുക എന്നുള്ളത് മാത്രമാണ് IPL ചെയ്യാൻ പറ്റുന്നത്. പണിക്ക് പോകണം, അത്ര ധൈര്യം അങ്ങനെ പറയാം. പക്ഷെ സാഹചര്യം മനസ്സിലാവും. നമ്മൾ എല്ലാവരെയും എമ്പതിയോട് കൂടെയാണ് കാണേണ്ടത്. ഇപ്പൊ നമ്മളിപ്പം ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ ഒരു വശം മാത്രമല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു എന്നെ പറയാൻ സമ്മതിക്കണം. ഞാൻ പറയില്ല. കാരണം പറയുന്ന ആൾക്ക് മനസ്സിലാക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ. നമ്മൾ മീഡിയ എന്താ കാണിക്കുന്നത്? 19 വയസ്സുള്ള ഒരു യുവതി കുട്ടീനെ പുറത്തേക്ക് ജനലിലൂടെ വലിച്ചെറിഞ്ഞു. അപ്പം നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ആ യുവതിനെ പറ്റി ക്രൂരത ഇമേജാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിന്റെ പുറകിലുള്ള റീസൺസ് നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ വലിച്ചെറിയേണ്ടി വരുന്നത്? അത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാൻ അൺമാരീഡ് ആയിട്ട് പ്രഗ്നന്റ് ആവാൻ എനിക്ക് പേടിയുള്ള ആളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയൊക്കെ സ്ട്രോങ് ആണ് ഇങ്ങനെ നിന്നാലും എനിക്ക് പ്രഗ്നന്റ് ആയിട്ട് സമൂഹത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ ഇവിടുത്തെ അൺമാരീഡ് പ്രഗ്നൻസിനെ അത്രയും മോശമായിട്ടാണ്. കല്യാണം കഴിക്കാത്ത ഒരാൾ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം കല്യാണം കഴിക്കാതെ മിക്ക ആൾക്കാരും ഇവിടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അത് തെറ്റല്ല. അത് ചെയ്യാതിരുന്നൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ബേസിക് നീഡാണ്. ആൾക്കാർ അങ്ങനെ ചെയ്തു പോകും പല സന്ദർഭങ്ങളിൽ. അപ്പം അത് കിടന്നു കൊടുത്തിട്ടല്ല, ഇതെല്ലാം സദാചാരമാണ്. ചെയ്യരുതെന്ന് പറയുന്നത് സദാചാരമാണ്. പക്ഷെ ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അത് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അത് കൊടുക്കാത്തത് കൊണ്ട്, അത് സമൂഹത്തിൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ പ്രഗ്നൻ്റ് ആയിട്ട് വരുമ്പം ഒരു അൺമാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരെ എമ്പതിയോട് കാണുക, അവരെ പറ്റി മോശം പറയാതിരിക്കുക, ഇത് നമ്മുടെ സമൂഹത്തിലില്ല. ഭയങ്കര മോശം. ഇപ്പം നമ്മുടെ വീടിനടുത്താണെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ പ്രഗ്നൻ്റ് ആവണമെങ്കിൽ നമ്മൾ മാത്രമല്ല ഇതേ പറയത്തുള്ളൂ, വൃത്തികേടേ പറയത്തുള്ളൂ. ആ പെണ്ണെ കൂടെ അവൾ വേടിയാണ്, വേശിയാണ്, പിന്നെ ഇനി അവൾ അങ്ങനെ ഞാൻ പറയുന്ന പോലെയല്ല, അത്രയും മോശമായിട്ടാണ് പറയുന്നത്. പിന്നെ അവളെ കാണുന്നത്, അവൾ ജീവിക്കേണ്ടതാണ്. ഇതിങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എനിക്കറിയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയിട്ട്, സമൂഹത്തെ പേടിച്ചതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ആ വുമണിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നും കൂടെ നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതുമാത്രമല്ല നമ്മുടെ സൊസൈറ്റിയാണ് മാറേണ്ടത്. അപ്പം നമ്മുടെ മീഡിയക്ക് തമ്പ് കൊടുത്തിട്ട് ആൾക്കാരെ റേജ് ആക്കാൻ ആഗ്രഹം, ഇങ്ങനെ അതല്ല വേണ്ടത്. നമുക്ക് സൊസൈറ്റിയിൽ ഒരു മാറ്റം വേണ്ടേ. നാളെ ഒരു 19 വയസ്സുകാരി ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവുകയാണെ അവർ കുഞ്ഞിനെ ജനലിൽ കൂടെ വലിച്ചെറിയാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ സൊസൈറ്റിക്ക് മാറണം. അല്ലെങ്കിൽ നാളെ ഒരു ആൾ 19 വയസ്സുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ നമ്മളിവിടെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതിനെയും കൂടെ അഡ്രസ്സ് ചെയ്യണം. ബാക്കി എല്ലാവരും പെൺകുട്ടീനെ ക്രൂരത എന്ന് വിളിച്ചോട്ടെ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ഒരാൾ പറയുവാണ് ഇതിനെ മീഡിയകൾ ക്രൂര പാതകയായി ചിത്രീകരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം മീഡിയ ഇതിനകത്ത് ആ പെണ്ണ് ചെയ്ത തെറ്റാണ് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. അത് ക്രൂരയായിട്ട് ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള റീസൺസ് പറഞ്ഞു പോകും. ഈ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഇതുപോലെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടമായിട്ട്. ആ പെണ്ണിനോട് പിന്നെ ആത്മഹത്യ ചെയ്തു. അപ്പം ആ പെണ്ണും പറയുന്നത് എന്തുകൊണ്ടാണ്?
എന്താ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെണ്ണ് അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ അന്നും നമുക്ക് ഇതിനെ പറ്റി അറിയില്ല പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം കുറേ പേര് അവയർനെസ് ആണ്. ഇപ്പം ഇന്നലെ ഞാനൊരു പുതിയ പ്രസവിച്ച ആളുടെ അടുത്ത് പോയി. അവരും എല്ലാം ഭയങ്കര ടേക്ക് കെയർ ചെയ്യുവാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അപ്പം അന്ന് ആ പെണ്ണൊന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് കുറേ അതും ഇതൊക്കെ കേട്ടു, കൊച്ചിനെ കൊന്നവളല്ലേ. പക്ഷെ അതുകൊണ്ടാണ് സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടായത്. അതുപോലെ ഇവിടെ എല്ലാവരും ആ പെണ്ണെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശപിക്കൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷെ ഇതിൻ്റെ പുറകിലുള്ള റീസൺ എന്നെപ്പോലെ ആരെങ്കിലും പറയണ്ടേ? അതായത് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് വരണം. അതിനെ താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഇതിൽ എനിക്ക് ഒറ്റ മറുപടി പറയാനുള്ളൂ. ഇതിപ്പോൾ താങ്കൾ പറഞ്ഞ 19 വയസ്സുള്ള ആ വനിതയ്ക്ക് പല റീസൺസ് ഉണ്ടാവും, പുറകിൽ പല സോഷ്യൽ ട്രോമ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 19 വയസ്സ് അവരുടെ വയസ്സും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെടുമങ്ങാട് 1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടീനെ ലിവിങ് ടൂറിൽ ഒരു പാർട്ട്ണറും സ്വന്തം അമ്മയും കൂടി ചേർന്ന് കൊലപ്പെടുത്തി. അത് ക്രൂരത. അവിടെയും ഇതേ റീസൺ അവർക്കും പറയാനുണ്ടാവും. ഇല്ല അങ്ങനെ എനിക്ക് താങ്കൾ ഇപ്പോൾ ഒരു ആളെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ. താങ്കൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കും ഒരു വശം ഉണ്ടാവും. അവർക്കുള്ള വശം ഇതായിരിക്കും, എനിക്ക് കുട്ടീനെ നോക്കാൻ പറ്റില്ല, ആ കുട്ടി എത്ര ഡിസ്റ്റർബൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഫ്രീഡം സ്നേഹിച്ച ആളെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് കൊന്നതെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. അങ്ങനെ അത് അവരുടെ തോട്ട്, അതാണ് പ്രശ്നം. അത് അവരുടെ തോട്ട്, ഞാനത് അംഗീകരിക്കില്ല. അവരുടെ തോട്ടായതുകൊണ്ട് ഞാൻ അംഗീകരിക്കില്ല. സൊസൈറ്റിയുടെ തോട്ടിനെതിരാണ് ഞാൻ പറയുന്നത്. സൊസൈറ്റിയുടെ തോട്ടുകാരൻ ഒരു ക്രൈം ചെയ്തതും അവരുടെ തോട്ടുകാരൻ ഒരു ക്രൈം ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഈ ഇന്റർവ്യൂവിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അല്ലെ, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു വശമുണ്ട്, ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്, സൊസൈറ്റി കാരണമാണ്. പക്ഷേ സൊസൈറ്റിയിൽ താങ്കളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ അത് ഓരോ ആൾക്കാർ, ഇപ്പോൾ ഞാൻ പറയുന്നില്ലേ, സിനിമ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നിങ്ങളെ പോലുള്ള ആൾക്കാർ. നമ്മൾ കുട്ടീനെ കൊല്ലണം എന്നല്ല പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്, കൊടും പാതകയായി ചിത്രീകരിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ള റീസൺസ് പറയണം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു ഫെമിൻ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ, ഇത് പല കുട്ടികൾക്ക് എടുക്കുന്നത് വേറെ രീതിയിലാവാം. ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു നോർമലൈസ് ഇത് 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ബാധിക്കോ? 5ാം ക്ലാസ്സിലുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ നോക്കേണ്ടത് ആരാ? 5ാം ക്ലാസ്സിൽ എത്ര വയസ്സാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനുള്ള പ്രായം? 18 വയസ്സ്. 18 വയസ്സ് താഴെ വരാൻ വേണ്ടി പാടില്ല. 13 വയസ്സ് തൊട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം. പക്ഷേ ഒരു സ്ഥലത്ത് ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്ത് ഏത് രാജ്യത്താണ്, ഓസ്ട്രേലിയ ഏതൊരു രാജ്യത്ത് നടപ്പിലാക്കിയല്ലോ, എന്തുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നില്ല? നമുക്ക് ഫ്രീ ആയിട്ട് ഒപ്പീനിയൻ സെക്സിനെ പറ്റി സംസാരിക്കാനേ പാടില്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ അഡൽട്ട് വെബ് സീരീസ് അതൊന്നും ഇവിടെ ചെയ്യാനേ പാടില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഈ കാമവാഹിനി അവരിവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെല്ലാം കുട്ടികളെ. അപ്പൊ എന്താ ഗവൺമെന്റിന്റെ ശ്രീലക്ഷ്മി മാത്രമല്ല, ഇതിലിരിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇതിനൊരു കണ്ണികളാണ്, ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ എന്താ ഇൻഫ്ലുവൻസേഴ്സ് ആണോ ശരിയാവേണ്ടത്? പണ്ട് ലോവേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടി കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ക്ലീവേജും തുണിയിലാണ് നടന്ന പോലും അടി കിട്ടാത്തതും അത് ഓക്കെ എന്ന് പറയാനുള്ള റീസൺ എന്താ? നിങ്ങളെ പോലെ ആൾക്കാർ നോർമലൈസ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? അതെ, പക്ഷെ ഞാൻ പറയട്ടെ, ഈ 13 വയസ്സുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ വരാതിരിക്കാൻ അതേ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് അത് പല ഇപ്പം നമ്മളെ പോലെ ഇൻഫ്ലുവൻസേഴ്സ് ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ സിനിമയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എവറിത്തിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ചിൽഡ്രൻസ്. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ ദൃശ്യം മോഡല് കൊലപാതകം നടത്തി എന്നൊക്കെ ന്യൂസിൽ വരെ വരാനുള്ള റീസൺ എന്താ? സിനിമ അതിലൊരു മാർഗം. അല്ലെങ്കിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത ആരും കൊലപാതകം അങ്ങനെ ആവത്തില്ല. മനസ്സിലായോ? അത് കൊലപാതകം ചെയ്യാൻ ഒരു മൈൻഡ് അതുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ അത് അല്ലാതെ ഇപ്പൊ നമ്മളെല്ലാരും ദൃശ്യം കാണുന്നല്ലേ, നമ്മളെല്ലാരും കൊലപാതകം ആയി പോകുന്നുണ്ടോ? പക്ഷെ ദൃശ്യം സിനിമയില് അറിയാണ്ട് ആളുടെ കുടുംബത്തെ ജീവിക്കാൻ വേണ്ടി വെറുതെ തലക്കടിച്ചു, അല്ലെങ്കിൽ സ്ത്രീ അടിച്ചു മരിച്ചുപോയി. ഇത് തന്നെ നാളെയും പല സ്ഥലത്തും ഉണ്ടാവും. സ്വയം രക്ഷിക്കാൻ വേണ്ടി തലക്കടിച്ചു, പിന്നെ അത് ക്രൈം ആവാതിരിക്കാൻ വേണ്ടി പല രീതിയിലും ഈ സിനിമ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, അത് ഒളിപ്പിക്കാൻ വേണ്ടി എല്ലാം നോക്കൂ. അതെ, അത് നോക്കുമല്ലോ. അതെല്ലാം സിനിമയ്ക്കകത്ത് കാണിക്കുന്നേ. എന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ തന്നെ ക്രൈം ചെയ്തുകൊണ്ട് നടക്കണോ ആ സിനിമ കണ്ട ആൾക്കാർ? അത് ഭയങ്കര ഹിറ്റായ സിനിമയല്ലേ? അങ്ങനെ അത് കണ്ട ആൾക്കാർ. സിനിമ മാത്രമല്ല ഞാൻ പറയുന്നത്, ബേസിക് ആയിട്ട് ഒരാളെ എങ്ങനെ കൊല്ലാം എന്നുള്ള ഒരു ഐഡിയ. ഞാൻ ഒരാളെ എങ്ങനെ കൊല്ലാന്നാണോ പോസ്റ്റ് ഇട്ടേ? എന്താ പോസ്റ്റ് ഇട്ടേ? ഞാൻ താങ്കൾ പറഞ്ഞത് ഇൻഫ്ലുവൻസ് ആവും എന്നുള്ള എന്തുണ്ട്? ഇപ്പൊ ഞാൻ പറയാം, ഒരു ഇൻഫ്ലുവൻസറിന്റെ ഡ്യൂട്ടി അല്ലേ ആ പെണ്ണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ആ സൊസൈറ്റി മാറി ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിന്റെ ഡ്യൂട്ടി അല്ലേ? സൊസൈറ്റി മാറി ചിന്തിക്കുന്നതിനൊപ്പം തന്നെ സൊസൈറ്റി മാറി ചിന്തിക്കണം, ആ പെൺകുട്ടി മാറി ചിന്തിക്കണം, ആ ചെയ്ത പുരുഷനും മാറി ചിന്തിക്കണം എന്ന് ഞാൻ ഈ പെൺകുട്ടിയുടെ അല്ല, ഞാൻ 19 വയസ്സല്ലേ, മറ്റേ ഈ പെൺകുട്ടിയുടെ 19 വയസ്സുകാരിയാണ് ഞാനും പറയുന്നത്. 19 വയസ്സെന്നല്ല, ഒരാള് ഒരു സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മിനിമം പ്രായപൂർത്തി 19 വയസ്സ് ഒരു മെച്യൂർഡ് 18 വയസ്സാണ് നമ്മുടെ മെച്യൂരിറ്റി ഉണ്ടാവുന്ന താങ്കൾക്ക് ഉറപ്പുണ്ടോ?
എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ പുറത്ത് 18 വയസ്സിൽ 25 വയസ്സുള്ള ഒരാൾക്ക് മെച്ചൂരിറ്റി ഏജ് ഒക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. പക്ഷെ എന്താ 15 വയസ്സുള്ള ആൾക്കാരൊക്കെ പുറത്ത് സെക്സ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ എന്താ റോമിയോ ജൂലിയറ്റ് ക്ലോസ് എന്ന് പറയുന്ന സാധനമുണ്ട് നിയമത്തില്. 13 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സുള്ള ആൾക്കാർക്ക് 3 വർഷം ഗ്യാപ്പുള്ള ആളെ പ്രേമിക്കാം. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് അവിടെ. അവർക്ക് ഇവിടെ അങ്ങനെയില്ല. ഇവിടെ 18 വയസ്സ് വരെ സെക്സ് ബാൻ ആണ്. അതിനുശേഷം സെക്സ് ചെയ്യാനുള്ള അനുമതിയുണ്ട്. കാരണം അങ്ങനെ നമ്മൾ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ നിയമ വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളാണിത്. അതുകൊണ്ടാണ് ഈ 18-17 വയസ്സ് താഴെ ആൾക്ക് പോയി പോക്സോ കേസിൽ പോയി കിടക്കേണ്ടി വരുന്നത്. ഞാനിത് പറയാനുള്ള റീസൺ, എനിക്ക് താങ്കളായിട്ട് യാതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജോ താങ്കളൊന്നുമില്ല. ഞാനത് കോമൺ ആയിട്ടുള്ള കാര്യം പറയുന്നത്. ബിക്കോസ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ പാപമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ പറയുന്നത് അതിനൊരു ഏജ് ലിമിറ്റ് ഗവൺമെന്റ് വെച്ചിട്ടില്ലേ? കുട്ടികൾ ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നു. പ്രോപ്പർട്ടിയാ കുട്ടികൾ ചൈൽഡ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. അല്ല, അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാ? പോളിസി മേക്കേഴ്സ്. അപ്പൊ പോളിസി മേക്കേഴ്സ് ആണ് ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചൈൽഡ് ലൈൻ അതൊക്കെ ഉള്ളത്. അപ്പൊ ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ പോളിസി ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ആശാ വർക്കേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ് അതൊക്കെ ഉള്ളത്. അപ്പൊ ഈ കുട്ടി പ്രഗ്നന്റ് ആയത് അറിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഒരു പോളിസി തലത്തിലുള്ള പ്രശ്നം വരുന്നുണ്ട്. കാരണം ആ പെണ്ണ് ഒളിച്ചു വെച്ചേക്കുവാണ്. ഒളിച്ചു വെച്ചതിന്റെ കാരണം എന്താ? സമൂഹത്തെ പേടി. ആ സമൂഹം മാറണം. സമൂഹം എങ്ങനെ മാറണം? സമൂഹം മാറണമെങ്കിൽ ഇതേപോലെ ചർച്ച ഉണ്ടാവണം. ഇപ്പൊ ഞാൻ എന്നെ കുറെ പേര് തെറി പറയും, നീ ഉൾപ്പെടെ എല്ലാവരും പറയും, ഇതുപോലെ ക്രിറ്റിസൈസ് ചെയ്യും. ചിലപ്പോൾ നാളെ പോകുമ്പോൾ എന്നെ ഇതിന്റെ വലിയ ആസിഡ് വേണം എടുത്ത് ഒഴിക്കും. അങ്ങനെ പക്ഷെ അങ്ങനെ കുറെ ഡിസ്കഷൻ ഉണ്ടാവും. കുറെ ആൾക്കാർ ഇതിനകത്ത് ബലിയാടാവും. അത് കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാരുടെ മനസ്സിൽ ഇതിൽ കാര്യമുണ്ട്. കാരണം ആർത്തവത്തെ പറ്റി ഇതേപോലെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ആർപ്പോർത്തം എന്ന് പറഞ്ഞ പരിപാടി നടത്തപ്പോ എന്തൊക്കെ വൃത്തികേടാ. പക്ഷെ ഇപ്പൊ എന്താ, ഇപ്പൊ അത് ഇവിടം വരെ എത്തി. അപ്പൊ അതുപോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ ആ പെണ്ണ് എന്തൊക്കെയാ, പെണ്ണ് സൂയിസൈഡ് ചെയ്തു. കാരണം അത് ഒരാൾക്കാർ അത് അങ്ങനെ ഇരയാവും. ഇതിനകത്ത് നമുക്ക് റെവല്യൂഷൻ ഉണ്ടായി, സോഷ്യൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ കുറെ ആൾക്കാരുടെ മനസ്സമാധാനവും കുറെ ആൾക്കാരുടെ ഇതുമെല്ലാം ഇങ്ങനെ അങ്ങനെയാണ് സോഷ്യൽ ചേഞ്ച് ഉണ്ടായി വരുന്നത്. ഇങ്ങനത്തെ ടാബു സബ്ജക്റ്റിൽ ഈ സോഷ്യൽ അല്ലെങ്കിൽ ഈ സമൂഹം നമ്മൾ നോക്കുന്ന ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കും പണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലാതെ നടന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നടന്നിട്ടുണ്ടാവും, നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അല്ല, പോയി സൂയിസൈഡ് ചെയ്യും പെണ്ണുങ്ങള്. നിങ്ങൾക്കിത് അറിയത്തില്ല. സൂയിസൈഡ് ചെയ്യും. ഇതിന്റെ റീസൺ അറിയില്ല. പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്താൽ അറിയില്ല. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്താലും ചിലപ്പോൾ ഫാമിലി ഒളിപ്പിക്കും അതിന്റെ റീസൺ. മനസ്സിലായോ? ഒത്തിരി സ്ത്രീകളും, ഞാൻ ഇപ്പൊ താങ്കൾ പറഞ്ഞ സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യുന്നു, പുരുഷന്മാർ എത്ര പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? മാനസികാരോഗ്യത്തെ പറ്റി ഇവിടെ മാനസികാരോഗ്യം ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. അതായത് മാനസികാരോഗ്യത്തെ നമ്മുടെ ശാരീരിക ആരോഗ്യം പോലെ ട്രീറ്റ് ചെയ്യുന്നില്ല ആൾക്കാർ. തെറാപ്പി എടുക്കുന്നില്ല. മാനസികാരോഗ്യത്തെ ശാരീരിക ആരോഗ്യത്തെ പോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതുപോലെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു കാരണം പാട്രിയാർക്കിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ആയിട്ട് അവരുടെ തല റെസ്പോൺസിബിലിറ്റി വരുവാണ്. അത് പാട്രിയാർക്കിയുടെ സെറ്റപ്പാണ്. നമ്മൾ എല്ലാ കുടുംബത്തിന്റെ ഫുൾ ചുമതല, ഭാരം അതൊരു പുരുഷന്റെ തലേ വരിക. പെങ്ങളെ കെട്ടിക്കുക, വീട്ടിൽ. ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് ഒരു 1.5 വയസ്സുകാരൻ്റെ ആ കുട്ടിയുടെ 91-92 ആ കുട്ടിയുടെ അത് ഞാൻ പറയട്ടെ, അതെടുത്ത് ഇതിപ്പോ നീ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഒന്നുമേ പറഞ്ഞിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഇപ്പൊ സോഷ്യലായിട്ട് എല്ലാം ലിങ്ക്ഡ് ആവുന്നുള്ള പറഞ്ഞേ, ഇതും സോഷ്യൽ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ലേ? അതെന്താ അയാൾ ആ ക്രൈം ചെയ്ത ആളെ പറ്റി ഒന്ന് അനലൈസ് ചെയ്തേ. ഇത് എന്തുകൊണ്ട് ഈ 19 വയസ്സുകാരുടെ കാര്യത്തിൽ താങ്കൾ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 19 വയസ്സുകാരുടെ റീസൺ, ഇതിന്റെ പുറകെയുള്ള റീസൺ ഒന്നാ നിങ്ങൾ ചിന്തിച്ചേ. 19 മറ്റതിന്റെ റീസൺ എന്താ? പുറത്ത് പറയാൻ പറ്റാത്ത റീസൺ ഇതിന്റെ റീസൺ എന്താ? ഇതിന്റെ റീസൺ എന്താ? അയാൾ ഒരു ക്രിമിനലാണ്. അയാൾ ഇതിനു മുമ്പേ ഇത് ചെയ്തിട്ടുണ്ട്. അയാൾ മാത്രമല്ല, വനിതയും ക്രിമിനലാണ്. അയാളാണ് കൊന്നത്. പക്ഷെ ഈ ക്രൈം എങ്ങനെ തടയാമായിരുന്നു? പറഞ്ഞിരിക്കട്ടെ, ഈ ക്രൈം എങ്ങനെ തടയാമായിരുന്നു? ആദ്യമായിട്ട് ആദ്യ ഭാര്യ പോയി പോലീസ് കംപ്ലൈന്റ് ചെയ്തപ്പോൾ സിസ്റ്റം അവിടെ ഇടപെട്ടില്ല. സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ. ആ സിസ്റ്റം ഇടപെടാത്തതുകൊണ്ട് വീണ്ടും ഒരു കുട്ടി ഇരയായപ്പെട്ടു. അതിന് ന്യൂസ് പോലും ഞാൻ കണ്ടില്ല. എനിക്ക് തലവേദന. ഞാൻ ഒന്നാമത്തെ കാര്യം അന്നത്തെ ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എനിക്കത് കാണാൻ പോലും പറ്റില്ല. ഞാൻ അതിനെപ്പറ്റി വീടിട്ടപ്പോൾ അതിനെപ്പറ്റി പറയാൻ പോലും പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. ആ കുട്ടീനെ കൊണ്ട് പോയിട്ട് അത് സൈക്കിളിൽ നിന്ന് വീണു ചിരിക്കുക ആ പെണ്ണ്. അതെങ്ങനെയാ? അത് ഏറ്റവും ക്രൂവൽ മൈൻഡ് അമ്മയ്ക്കാണ്. ആ ഒരു കുട്ടീനെ ഏറ്റവും ക്രൂവൽ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രണയത്തിൽ വീണ് പോകുന്നതാണിത്. അതായത് പ്രേമിക്കുമ്പം പിള്ളേരെ മറന്ന് പ്രേമിക്കും. അതായത് ഇപ്പൊ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കല്യാണം കഴിക്കാത്തൊരു കാരണം എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. ആരെങ്കിലും രണ്ടാമത് കല്യാണം കഴിച്ചാൽ അയാൾ എന്നെ ഉപദ്രവിക്കുമെന്ന്. മനസ്സിലായോ? അത് ഒരാൾക്കാർ. പക്ഷേ ചില ആൾക്കാർ പ്രേമത്തിൽ അങ്ങ് വീഴു പോവുക. അതായത് സ്വന്തം കുഞ്ഞുങ്ങളെ മറന്ന് വീണ് പോവുകയാണ്. പക്ഷെ എനിക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആ കുട്ടിയുടെ അച്ഛൻ
അച്ഛന്റെ ഫാമിലിക്കാർ ചോദിച്ചപ്പം ആ കുഞ്ഞിനെ കൊടുക്കാമായിരുന്നു. അത് എന്തുകൊണ്ട് ചെയ്തില്ല? അത് ഭയങ്കര മോശമായി പോയി. കാരണം ആ കുട്ടി നമ്മുടെ നിയമവശം ഞാൻ പറയണം, കൈവശാവകാശം അമ്മയ്ക്കാണ്. അത് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായത്? അമ്മമാരാണ് ബയോളജിക്കലി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സോഷ്യൽ അതിങ്ങനെ സാഹചര്യം അനലൈസ് ചെയ്യണം. അതിപ്പോ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഇങ്ങനെ വിളിക്കണം, ഇയാൾ ആരുടെ കൂടെ അമ്മ ഇപ്പൊ ചിലപ്പോൾ അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ ആ ക്രൈം നടക്കൂല. അമ്മ അയാളുടെ കൂടെ പോയപ്പോൾ അത് ക്രിമിനൽ ആണെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് കുട്ടി സേഫ് അല്ല. ക്രിമിനലായ സ്ഥലത്ത് ആൾക്കാരായ കുട്ടി സേഫ് അല്ല. മെന്റൽ അസുഖമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളിൽ കുട്ടി സേഫ് അല്ല. ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ് ഉള്ളിടത്തൊന്നും കുട്ടി സേഫ് അല്ല. അങ്ങനത്തെ സ്ഥലത്ത് നിർത്തരുത്. അപ്പോൾ അവര് ചൈൽഡ് ലൈനെ വിളിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, അവരുടെ അച്ഛന്റെ വീട്ടുകാര്. പക്ഷെ എന്നാലും ഈ 19 എനിക്ക് ആ ഒരു കാര്യം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് നിനക്ക് അക്സെപ്റ്റ് ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സൈക്കോളജിസ്റ്റിനെ കാണുന്നില്ലേ, ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ പറയാം, ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറയാം, എനിക്കറിയാവുന്ന മരിച്ചെന്തുകൊണ്ടാ? അവർക്ക് മരിക്കാതെ അബോർഷൻ ചെയ്താൽ പോരായിരുന്നോ? ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഇല്ലേ? പക്ഷെ അവൾ മരിച്ചു കളഞ്ഞു. താങ്കളെടുത്ത് ഒന്ന് സംസാരിച്ചെങ്കിൽ ഒരു അതെ, നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ അതെന്തുകൊണ്ടാ? അത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവർ ചെയ്യൂല. നമുക്ക് എന്നെ അവളോട് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർ ചെയ്യില്ല, ചില ആൾക്കാർ പേടിയായിരിക്കും. ഇപ്പം ഞാനൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് ഞാൻ റിലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറുപ്പത്തിൽ എനിക്ക് വെക്കേഷൻ നമുക്ക് അസൈൻമെന്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല എൻ്റെ വീട്ടിൽ പൈസ ഇല്ല, പറയില്ല അമ്മയോട്. അവസാന നിമിഷം 31-ാം തീയതി അമ്മയോട് അമ്മ ചാർട്ട് വേണം. അപ്പം അമ്മ എവിടെ പോയി ഉണ്ടാക്കാനാണ്? കാരണം അത്രയും നാൾ പേടിയാ പറയാൻ, വീട്ടിൽ പൈസ ഇല്ലല്ലോ. അവസാന നിമിഷം നമ്മൾ നില കെട്ട് പോവുകയാണ്. അതേപോലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇതിപ്പം ഇതുപോലെ പേടി എങ്ങനെയും ഒളിപ്പിക്കാം. ലാസ്റ്റ് ഇതിങ്ങനെ പെണ്ണ് മരിച്ചിട്ടുണ്ടാവും, ഞാൻ ഗർഭിണിയാന്ന് അറിയിക്കാതെ ജനലിൽ കൂടെ എടുത്ത് കളയാം. നമ്മുടെ സമൂഹം തന്നെയാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ടാബു ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതേ സമൂഹത്തിലെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് പോലെ തന്നെയാണ് എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ നാട്ടിൽ നടക്കണം എന്നൊരു അത് ഈ സോഷ്യൽ അവയർനെസ്സും സോഷ്യൽ ഈ നാട്ടുകാരെ എന്നെ നോക്കുന്നുണ്ടെന്നൊരു പേടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നല്ലതായിട്ട് നടക്കുന്നുള്ളൊരു തോട്ട് ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നാട്ടുകാർ നല്ല നടപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സദാചാരം മറ്റോ ഞാൻ പറയുന്നത് ഒരു പോയിന്റ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്ക് വേണം. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം, പക്ഷെ അത് എല്ലാ സ്ഥലത്തും വേണം. ഇതേ വാർത്ത തന്നെ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ സെക്സ് ചെയ്യുന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രഗ്നന്റ് ആവുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ നമ്മളിപ്പോ സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് ഇങ്ങനെ അറിയത്തില്ല. സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സെക്സ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ പാടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്നത് അതാണോ സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് കോംപ്രഹെൻസീവ് ആയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിൽ കൃത്യമായിട്ടുള്ള എക്സ്പേർട്ടുകളെ ഹയർ ചെയ്തിട്ട് സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഒക്കെ ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ ഹയർ ചെയ്തിട്ട് പ്രത്യേക കരിക്കുലം ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പൊ പല ആൾക്കാരും പറയും, ഞാൻ താങ്കൾ മാത്രം പറയുന്നില്ല, സെക്സ് ചെയ്യുന്നത് എന്താ പ്രശ്നം, സെക്സ് ചെയ്യുന്നത് പ്രശ്നമല്ല. പക്ഷേ സെക്സ് ചെയ്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ 19 വയസ്സുള്ള സേഫ് സെക്സ് ചെയ്യണം. സേഫ് സെക്സ് ചെയ്യാൻ ഇവിടെ സ്ഥലമില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഞാൻ അത്ര പറയണുള്ളൂ, നിങ്ങൾ കുട്ടികളെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു 2 കോണ്ടോട്ട് ചെയ്യുന്നു പറഞ്ഞു. അതൊരു പ്രൊമോഷനാണ്. അത് സേഫ് സെക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊമോഷനാണ്. മനസ്സിലായോ? അപ്പൊ അതിനെങ്ങനെ സമൂഹം കാണുന്നത്? അല്ല, നമ്മളൊരു സേഫ് സെക്സിനെ പറ്റി പറയുമ്പോൾ അതെങ്ങനെ സമൂഹം കാണുന്നത്? സമൂഹത്തിന് പ്രശ്നം. അതായത് ഞാൻ തുടക്കത്തിൽ താങ്കൾ ട്രോള് നേടിയ കാര്യം ഞാൻ താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ട്രോള് ഒരു പരിധി വരെ ഓക്കെ, അത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഗവൺമെന്റ് അതിനെ കൺട്രോൾ ചെയ്യണം. ഇതേ ഗവൺമെന്റ് എനിക്കറിയില്ല, ഇതിന് ഒരു ഹൈറാർക്കി ഉണ്ടെങ്കിൽ അവരിത് കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനോട് സംസാരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പൊ ഇത് നീ പറയുന്ന ഈ കുട്ടി മരിച്ചില്ല, 1.5 വയസ്സുള്ള കുട്ടി മരിച്ചേ, അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഒന്നാമത്തെ ഭാര്യ പോയി കംപ്ലൈന്റ് കൊടുത്തപ്പം അവനെ പിടിച്ചോണ്ട് പോവുക. അത് കറക്റ്റായിട്ട് ആക്ഷൻ, ആ പെണ്ണിരിക്കുന്ന കണ്ടില്ലേ, അത് കറക്റ്റായിട്ട് ആക്ഷൻ എടുത്ത് ഇത് നടക്കൂ. പോലീസിന്റെ സംവിധാനം, അതായത് പോലീസ് അധികാരമുള്ള ആൾക്കാരുടെ കൂടെ പാവപ്പെട്ട അത് ശരിക്കും അത് അവർ അനലൈസ് ചെയ്യും. നമ്മൾ എന്തിനാണ് പോലീസ് എന്ന് പറയുന്നത്? ഒരു ക്രൈം ആണ്, അതിനകത്തുള്ള ആളെ പിടിക്കണം. അവരെ പിടിച്ചോണ്ട് പോയി നടക്കണം, ഈ സംഭവം നടക്കത്തില്ല. അതാണ് പ്രശ്നം. അതാദ്യം മനസ്സിലാക്ക്. അപ്പം അയാളൊരു ക്രിമിനലാണ്. ഒരു കുട്ടി, ആ കൊച്ച് അതിനെ അതങ്ങനെ പറ്റത്തില്ല. അയാളുടെ ക്രിമിനൽ മൈൻഡാണ് അത് ചെയ്തത്. മറ്റേതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിവൃത്തികേട്. മനസ്സിലായോ? നിവൃത്തികേട്. അത് 2 റീസൺസ് വ്യത്യാസമാണ്. മറ്റേത് ഓർഗനൈസ്ഡ് ക്രൈമാണ്. കുട്ടീനെ തല്ലുക, എന്നാൽ അവൾ അതിനെ എടുത്തോണ്ട് എവിടെയും പോവുകയോ ചെയ്തില്ല, അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പം എന്താ, അത് ആ ക്രൈമിൽ അവളും പങ്കാളിയായി. ഇതിനകത്ത് ഇവിടെ ചെയ്ത ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിന് നമ്മുടെ സൊസൈറ്റിക്ക് റോളുണ്ട്. അപ്പം നമ്മുടെ സൊസൈറ്റി മാറി ചിന്തിക്കണം. നമ്മുടെ മീഡിയക്ക് റോളുണ്ട്, മീഡിയ മാറി ചിന്തിക്കണം. അതാണ് പറയുന്നത്. ഇത് ശ്രീലക്ഷ്മി അറക്കലിന്റെ പോയിന്റിൽ പറയുന്നു,
ഇതേ പോയിന്റ് മറ്റുള്ളവർക്കും ഉണ്ടാവും. പറഞ്ഞോട്ടെ, അതിപ്പം ഞാനിപ്പം ബാക്കിയുള്ളവരുടെ പോയിന്റ് നമ്മൾ ട്രോൾ ചെയ്യാനോ അങ്ങനെ. ഇപ്പം എന്റെ പ്രശ്നം എന്നറിയാവോ, ഈ 19 വയസ്സുള്ള പെൺകുട്ടി ചെയ്ത കാര്യവും ഈ 2 കാര്യം ഒരേപോലെയാണ് ആൾക്കാർ കാണുന്നത്. അതങ്ങനെ കാണാൻ വേണ്ടി പാടില്ല. മറ്റത് ക്രൈമാണ്, ക്രിമിനൽ. അതിനകത്ത് പോലീസിനൊരു റോളുണ്ട്, പോലീസ് കേസ് എടുക്കാത്തതിന്റെ. അത് സിസ്റ്റത്തിന് എല്ലാവരും എപ്പോഴേ അവൻ ചത്തുപോട്ടെ, അവൻ നശിച്ചു പോട്ടെ, ആ കുഞ്ഞിനെ എനിക്ക് കിട്ടിയെങ്കിൽ, അതങ്ങനെയല്ല. നാളെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് ഒരു ക്രൈം നടന്നിട്ട് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലതാണ് നാളെ അത് നടക്കാതിരിക്കണമെങ്കിൽ ഈ സോഷ്യൽ, അതായത് ഈ ആൾക്കാർ നോക്കണ്ടേ, അതായത് ഈ സോഷ്യലായിട്ട് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കണ്ടില്ലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഈ കുട്ടീനെ ദ്രോഹിക്കുന്നുണ്ടോ? അതിനാണ് ചൈൽഡ് ലൈൻ ഉണ്ട്, ആശാ വർക്കർ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയപ്പോൾ പല പ്രാവശ്യം ഈ പെണ്ണിനെ കാണിച്ചിട്ടില്ല. ഈ ആശാ വർക്കർമാർക്ക് വന്നു കഴിഞ്ഞാൽ അത് കൈയോടെ പിടിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. കൈയോടെ പിടിക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടീനെ ഉപദ്രവിച്ച കണ്ട ആൾക്കാരുണ്ടോന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവർക്കൊരു ചൈൽഡ് ലൈനെ വിളിക്കാലോ. ഇപ്പൊ എന്റെ അമ്മ അംഗൻവാടി വർക്കറാ. അങ്ങനെ അമ്മയ്ക്കൊക്കെ ഇതുപോലെ അവിടുത്തെ ഉള്ള ആൾക്കാർ 18 വയസ്സ് താഴെയുള്ള ആൾക്കാർ പിടിച്ച് കല്യാണം കഴിയുമ്പോൾ അമ്മ ഉടനെ വിളിക്കും, അവരെ ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കും. അതുപോലെ തന്നെ കുട്ടികളെ ഉപദ്രവിച്ച കേസിൽ എന്നെ അമ്മ വിളിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അത് ട്രെയിൻഡ് ആണ് അവർ. അപ്പോൾ അതേപോലെ എവിടെ നിന്നെങ്കിലും ഇത് ന്യൂസ് കിട്ടുമ്പോൾ വിളിക്കണം, അധികാരികളെ വിളിക്കണം, ചൈൽഡ് ലൈനെ വിളിക്കണം. ചൈൽഡ് ലൈൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ അതെന്തുകൊണ്ടാണ് ആൾക്കാർ ചെയ്യാത്തത്? അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ PR ചെയ്യുന്നതിന് പകരം, നേതാക്കളുടെ PR ചെയ്യുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കുക, കോണ്ടത്തെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുക്കുക, സേഫ് സെക്സിനെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുക്കുക, ഇതുപോലെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം തടയാനുള്ള ബോധവൽക്കരണം കൊടുക്കുക, കുട്ടികൾ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വത്താണെന്ന് മനസ്സിലാക്കി അങ്ങനത്തെ ബോധവൽക്കരണം കൊടുക്കുക. മീഡിയാസ് എല്ലാവരും പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നത്, അത് മാറണം. ബേസിക്കായിട്ട് പൈസയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പൈസയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മീഡിയക്കാർ അവരുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെൻസേഷൻ ചെയ്യും. അതിനകത്തൊരു ഇതുണ്ടാക്കണം, ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കണം. അപ്പം അങ്ങനെ എല്ലാവരും ഈ മണിയിൽ നിന്ന് മാറി കുറച്ചുകൂടെ വാല്യൂസ് ഓറിയന്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സോഷ്യലായിട്ട് മൊത്തമായിട്ട് ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ സൊസൈറ്റി മാറണമെങ്കിൽ എല്ലാവരും ശപിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. സൊസൈറ്റി മാറണം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം. അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ പറയാ, താഴെ തട്ടിന്ന് എഡ്യൂക്കേഷൻ. ഇപ്പൊ നമ്മുടെയൊക്കെ പല ആൾക്കാരുടെ ഇപ്പം എങ്ങനെയാ മാറിയത്? ഇപ്പം നിന്റെ ആണെങ്കിൽ പോലും നീ ഒരു 10-20 കൊല്ലം മുമ്പ് ജനിച്ച ആളാണെങ്കിൽ ചിലപ്പോൾ നീ ഭാര്യയുടെ എക്സ്പെൻസ് എടുത്തിട്ടുണ്ടാവില്ല. നമ്മളത് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കഷനിലൂടെയും ഒക്കെയാണ് മാറുന്നത്. അതായത് ഇപ്പം നിനക്ക് അങ്ങനെ പറയാം, പക്ഷെ എന്റെ അച്ഛനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ കുറേ പിള്ളേരെ ഉണ്ടാക്കിയിട്ട്, അതായത് എന്റെ അമ്മ സിസേറിയനാ. അതിനൊരു റീസൺ നമ്മുടെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടല്ലേ, നിയമവ്യവസ്ഥ അയാളെ പോലീസ്, അതായത് എന്റെ വീട്ടിൽ അമ്മ പോലീസിനെ വിളിച്ച് പിടിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസം കൈക്കുഞ്ഞു വഴി ചെന്നപ്പോ അയാളെ പറഞ്ഞു വിട്ടു പോലീസ്. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്നും ഈ പോലീസിന്റെ ഭാഗത്ത് നല്ലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഉന്നതന്മാരായ ആൾക്കാർ വിളിക്കുമ്പോൾ പറഞ്ഞു വിടും. അതായത് ഇപ്പൊ പാവപ്പെട്ട പിള്ളേരെ ചുമ്മാ കഞ്ചാവ് പോലും കയ്യിലുണ്ടാവൂല്ലോ, വിളിച്ച് കറുത്ത പിള്ളേരാണ് വിളിച്ച് പിടിച്ചോണ്ട് പോകും. അതൊന്നും പ്രശ്നമില്ല ഇവർക്ക്. ലോക്കപ്പിലിട്ട് വെറുതെ ആൾക്കാരെ പിടിച്ച് ഇടിക്കുക. ഒരു ഗർഭിണീനെ ഒരു പോലീസ് തല്ലിയ കേസില്ലായിരുന്നു. ഇത് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം. വല്ല സമ്പത്തും പണമുള്ള ആൾക്കാർക്കെതിരെ റിയാക്ട് ചെയ്യാൻ അറിയില്ല. ഇത് തന്നെ യൂട്യൂബേഴ്സും ചെയ്യുന്നത്. സമ്പത്തും പണമുള്ള വേറെ ആൾക്കാർക്കെതിരെ ഇവർ റിയാക്ട് ചെയ്യില്ല. ഒന്നുമില്ലാത്ത രേണുസുതിക്കെതിരെ ചെയ്യും. എനിക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് എനിക്കെതിരെ ചെയ്യും. ഇപ്പൊ വേറെ ഇച്ചിരി പ്രിവിലേജ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് വരാൻ അവർക്കെതിരെ ചെയ്യില്ല. മനസ്സിലായോ? അതാണ് എനിക്ക് ചോദിക്കാൻ പറയാം, വീട്ടിലെ കാര്യമില്ല, പൈസ ഇല്ല, ഒന്നുമില്ല, അപ്പൊ ഇങ്ങനെ ചെയ്യും. അതാണ് എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റ് രൂപത്തിൽ അറിയിക്കാം. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ ഇതിൽ അടുത്തൊരു വിഷയമാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കാശുള്ളവൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നില്ല എന്നൊക്കെ പറയും. സംഭവം ശരിയാണ്. ഈ അമ്മയിൽ ഇപ്പോൾ റീസെൻ്റ്ലി അൻസിബ ഒരു കാര്യം പറഞ്ഞു, ടിനി അതിന് സംസാരിച്ചു. ഇതിൽ ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് കൂടെ നിൽക്കണം എന്ന് മനസ്സിലാത്ത രീതിയിലാണ് പൊതുസമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഈ ഇഷ്യൂവിനെ പറ്റിയിട്ട്? ഞാൻ ഈ ഇഷ്യൂ അത്ര അധികം എനിക്ക് അവയർനെസ് ഇല്ല. എന്നാലും അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായ മോശമാണ്. ഫണ്ണാണെങ്കിലും ജിഹാദി എന്നൊന്നും വിളിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഫണ്ണല്ല. ഒരാളുടെ ഫണ്ണ് വേറൊരാൾക്ക് ഫണ്ണാവണമെന്നില്ല. ഇപ്പൊ പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ടീനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, അത് നമ്മുടെ സമൂഹത്തിൽ ഒരു പുരുഷാധിപത്യം ഉണ്ടല്ലോ. ഇപ്പം അമ്മ എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഒരു പാട്രിയാർക്കൽ സെറ്റപ്പ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അന്ന് എല്ലാവരും ഇതുപോലെ AMMA അപ്പം എന്താ പാർവതി തിരുവോത്ത്, അപ്പൊ അത് ഇപ്പൊ നിങ്ങൾ വരെ തിരുത്തി പറഞ്ഞു, ഞാൻ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അതാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. പാർവതി തിരുവോത്ത് അങ്ങനെയുള്ള ആൾക്കാരില്ല അതിനകത്ത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ പാട്രിയാർക്ക് സെറ്റപ്പ് ആയതുകൊണ്ടാണ് അതിനകത്ത് പുറത്തു വന്നത്. പിന്നെ ഇവർ പാട്രിയാർക്ക് ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, സ്ത്രീകളെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴും എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ, നേതൃത്വ സ്ഥാനത്തേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങൾ മാറില്ല. അത് അതിന്റെ അടിയിൽ വയർ ചെയ്യുന്നത് പുരുഷന്മാരാണെങ്കിൽ. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒപ്പീനിയനേറ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഇതിനകത്ത് വരണം. അതിനെ ബാക്ക് ചെയ്യാൻ ഇത് നമ്മുടെ ഇപ്പം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഡമ്മി ആയിട്ട് സ്ത്രീകളെ കൊണ്ടുപോയി വെക്കാം ചുമ്മാതെ.
അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഇതിൽ തന്നെ ഈ സ്ത്രീകളെ തെരഞ്ഞെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞ കമന്റുകളൊക്കെ വന്നിരുന്നു. അതായത് അവര് ചില ആൾക്കാർ പറഞ്ഞു എന്താ സ്ത്രീകളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെ ഖേദിക്കേണ്ട പറഞ്ഞറിയോ? പാർവതിയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വേറെ ഭയങ്കരമായിട്ട് വേണ്ടപ്പെട്ട ചേച്ചിയാണ്, അതുകൊണ്ട് ഞാൻ ചേച്ചിക്കെതിരൊന്നും പറയില്ല, പക്ഷെ ചേച്ചി പറഞ്ഞതിനെതിരെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അത് പറഞ്ഞത് ശരിയായിട്ട് തോന്നുന്നു. മറ്റൊരു സ്ത്രീനെ അവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞാൽ ഖേദിക്കുന്നു എന്നാ. അതിൽ ഖേദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു പോളിസി ചേഞ്ച് ആണ്, അത് നമുക്ക് പറയാം. പക്ഷെ എത്തരത്തിലുള്ള സ്ത്രീകൾ വരണം എന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. വോയിസ് ഉള്ള, ഒപ്പീനിയൻ ഉള്ള, സ്ട്രോങ് ആയി നിൽക്കുന്ന. സ്ട്രോങ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണല്ലോ ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. അൻസിബ അങ്ങനെ പറഞ്ഞു. അപ്പൊ അൻസിബ അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് ഫെമിനിസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അൻസിബയുടെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നമുക്കറിയില്ല. അത് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ അറിയുള്ളൂ. എനിക്ക് എന്റെ അഭിപ്രായം ഇവരെല്ലാരും പിടിച്ച് ഈ ലക്ഷ്മി പ്രിയ ഈ ടീം ഉണ്ടല്ലോ, ഇവരെല്ലാം പിടിച്ച ഒരു ബിഗ് ബോസ് കണ്ടിട്ട് നല്ല രസമായിരിക്കും നമുക്ക് കാണാൻ. ബിഗ് ബോസ് സീസൺ 8 വരുന്നുണ്ട്. ശ്രീലക്ഷ്മി ഇറക്കി പോകുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, സ്കൂളിലുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല. പോവാണെങ്കിൽ എന്താണ് താങ്കളുടെ, ഞാൻ അന്നും ചോദിച്ചിരുന്നു, ഇനി എന്തെങ്കിലും മാറ്റമൊന്നും പറയാൻ വേണ്ടി ചോദിക്കുകയാണ്. പോവുകയാണെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ഒരു ഗെയിം സ്ട്രാറ്റജി? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഇന്റർവ്യൂവിന് വരുമ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഇല്ലല്ലോ, നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ലേ വരുന്നത്. പല ആൾക്കാരും പറയുന്നത് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് അല്ലേ. ഇത് ഞാൻ വന്നിട്ട് നമ്മളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതൊരു ലൈവ് ആയിട്ടുള്ള ഒരു ചാറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ഇന്റർവ്യൂസ് ഒക്കെ ലൈവ് സ്ട്രീമിംഗ് ആക്കണം കുറച്ച് നല്ലതെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെ ആവുമ്പോൾ കുറെ ആൾക്കാരുടെ കമന്റ് ഒക്കെ നമുക്ക് അപ്പൊ കാണാൻ ലൈവ് സ്ട്രീമിംഗ് അടിപൊളിയായിരിക്കും. ഓക്കെ, വാട്ടർ. ഇനിയിപ്പോ വേറെ കാര്യം, നമ്മുടെ നാട്ടിലൊരു തോട്ടുണ്ട്, അതായത് സ്ത്രീകൾ മാത്രമാണ് വേശ്യ പണി ചെയ്യുന്നത്, സ്ത്രീകൾ ചെയ്താൽ ഭയങ്കര മോശം, സ്ത്രീകൾ മറ്റേ പല വാക്കുകൾ വരും, വെടി അത് ഇതെന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാൾ മുമ്പ് ഭയങ്കര വൈറലായ ഒരു സംഭവമായിരുന്നു. ഒരാള് ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഇന്റർവ്യൂ ചെയ്തു. അതിനെ പറ്റി എന്താണ് നമ്മുടെ നാട്ടിൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്നുള്ള കാര്യം അപ്പോഴാണോ മനസ്സിലായത്? അതോ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പേഴ്സണലായിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്ന ഒരാളും കൂടിയാണല്ലോ. എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, ഞാൻ അതായത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂ ഇട്ടല്ലോ. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത ആൾ എന്റെ ഫ്രണ്ടാ. അപ്പൊ അവനെതിരെ പിന്നെ സൈബർ ബുള്ളിങ് വന്നു. അപ്പൊ അവൻ ട്രിവാൻഡ്രത്തോടായിരുന്നു. ഞാൻ പിന്നെ അവനെ പോയി കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. കാരണം എനിക്ക് സൈബർ ബുള്ളിങ് ചെയ്തപ്പോൾ എന്നെ ഹഗ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഹഗ് ചെയ്തത് അന്ന് മറ്റേ സംസ്ഥാന അവാർഡ് മേടിക്കാൻ വന്നപ്പോൾ അവനെ പോയാണ് ഞാൻ ഹഗ് ചെയ്തത്. അങ്ങനെയാണ് എന്റെ ഒരു ഹഗ് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ബോഡി നമ്മൾ ടച്ചൊക്കെ ചില ഞാൻ സൈബർ ബുള്ളിങ് ഇട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ എനിക്കൊരാൾ ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഇതങ്ങ് പോയത്. പിന്നെ അപ്പൊ എനിക്കറിയാം ഇവൻ എത്രത്തോളം ഹഗ്ഗിന്റെ ആവശ്യമാണെന്ന്. അപ്പൊ ഞാൻ അവനെ പോയി ഹഗ് ചെയ്ത് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ സമാധാനിപ്പിച്ചു. മെസ്സേജ് അയച്ചത് എന്താണ്? ആര്? മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടോ? അത് ഞാൻ പിന്നെ പേര് വന്ന കുഴപ്പമുണ്ടോ? അല്ല, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, ഈ അവതാരകന്റെ. അവതാരകന്റെ അല്ല, അവതാരകനാണ് എന്റെ ഫ്രണ്ട്. ഞാൻ പറയാം, ഗദ്ദാഫിയാണ് എന്റെ ഫ്രണ്ട്. അപ്പൊ ഗദ്ദാഫിനെ ഞാൻ ആശ്വസിപ്പിച്ചു. അപ്പൊ ഗദ്ദാഫിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഇതിന്റെ ബാക്കിലുള്ള റീസൺസ് അറിയാം. കാരണം ഞങ്ങൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞത് സ്ക്രിപ്റ്റഡ് ആണ്, ഇത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഗദ്ദാഫിനോട് ചോദിച്ചു. അപ്പൊ ഗദ്ദാഫി ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പിന്നെ മാസ്ക് അങ്ങനെ ഇട്ടത് അവർക്ക് കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, റീച്ച് ആവാൻ വേണ്ടിയിട്ടുണ്ട് ആണെന്നൊക്കെ പറഞ്ഞു. അതായത് അയാൾക്ക് പ്രശ്നമില്ലായിരുന്നു, അയാളുടെ മുഖം റിവീൽ ചെയ്യാൻ. പക്ഷെ അയാൾക്ക് പ്രശ്നമില്ല, അയാൾക്ക് പ്രശ്നമില്ല. ഗദ്ദാഫിയാണ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത് മാസ്ക് ഇട്ടോ എന്ന് പറഞ്ഞു. അതായത് ആൾക്കാരിലേക്ക് കൂടുതലായിട്ട് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാൻ ഗദ്ദാഫിനെ വിളിച്ചിട്ട് സംസാരിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടു. അതായത് മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും അന്നേരം എന്തൊക്കെയോ പറയും, ഇത് നുണയാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. സത്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ആരും പറയൂല, സത്യമായിട്ടൊന്നും ആരെ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിക്കും. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം പഠിക്കും. വിളിച്ചാലോ എന്നൊക്കെ വിചാരിക്കും, പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ഞാൻ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്, പത്തിന്ന് പോകും, പക്ഷെ ഫേമസ് അല്ല ചിലപ്പോ വിളിച്ചേര്. ഫേമസ് ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഫേമസ് ആയി ഇങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക്
ഇങ്ങനത്തെ കുലിസിത പ്രശ്നങ്ങൾ പരിപാടിയൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഫേമസ് അല്ല. നീ ഇപ്പൊ ഫേമസ് ആവും. ഇനി ഇവിടെ ഫേമസ് ആയി ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കണം. അത് നമ്മൾ ഈ ഓവലേഷനൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവും പെണ്ണുങ്ങള്. അപ്പൊ അതാണ് പറഞ്ഞത് നേരത്തെ അവരെന്തിനാ കാലഘട്ടത്തിൽ വെച്ച് കൊടുത്തത് ചോദിക്കരുത്. അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബീയിങ്ങിന്റെ ഒരു ചോദനയാണിത്. പ്രായം കൂടുന്നവരും സ്ത്രീകൾക്ക് ഇത് കൂടിക്കൂടി വരുമെന്ന് സത്യമാണ്. ഒരു 20 വയസ്സിൽ 20 വയസ്സിൽ നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ല. 25-30 വയസ്സ് കൂടുമ്പോൾ നമുക്ക് ഇതിനുള്ള ചോദന കൂടും. സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ല, ഒരു 28 വയസ്സിലുള്ള ചോദനയല്ല 30 വയസ്സുള്ളപ്പോ ഉള്ളത്. അതായത് സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ പുരുഷന്മാരെ ആവശ്യമുണ്ട്. അപ്പം ആണുങ്ങൾ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്ന ഭയങ്കര നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ എല്ലാം നടക്കുന്നതാണ്. പക്ഷെ സ്ത്രീകളെ പുരുഷന്മാരെ അപ്രോച്ച് ചെയ്യുന്ന അത്ര നോർമൽ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം അത് എന്നിട്ട് ഞാൻ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് മെസ്സേജ് കഥ പറയാം. എന്നിട്ട് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തത് റിയൽ ആയിട്ടുള്ളതാണ്, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഫീമെയിലുകൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് പോസ്റ്റ് എഴുതി. അപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു ഞാൻ ഇങ്ങനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞ് കാർഡൊക്കെ അയച്ചത് എനിക്ക്. ഇതിന് കാർഡൊക്കെ ഉണ്ട്. അപ്പൊ ഇവർ കറക്റ്റ് ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം. പുള്ളി ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ദുബായ് അങ്ങനത്തെ ഉള്ള സ്ഥലത്ത്. അതായത് ഗദ്ദാഫി ഇന്റർവ്യൂ ചെയ്ത അതേ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അതല്ല, അയാളല്ല, വേറൊരാള്. നമ്പർ കിട്ടി? ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. എനിക്ക് മെസ്സേജ് അയച്ചു. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ആദ്യം കാർഡൊക്കെ അയച്ചതിട്ട് പറഞ്ഞു ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞു. അതായത് ചില ഭർത്താക്കന്മാര് കൊണ്ടുവരുമ്പോഴും, അതായത് ഭർത്താക്കന്മാര് കൊണ്ടാക്കിട്ട് ഇത്ര ഭയങ്കര പൈസ കേട്ടോ, ആണുങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതങ്ങനെ അത്രയും ഈസി അല്ല പരിപാടി. അപ്പോൾ ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് അനുഭവിക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു അതായത് ഈ ജോലിയോട് ഒരു പാഷൻ വേണം. അതായത് ഈ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമുണ്ടല്ലോ അതായിരിക്കും ഇവർ ആവശ്യപ്പെടുക. അതായത് എല്ലാ ടൈപ്പ് സെക്സും ചില ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഈ എന്നൊക്കെ പറയുന്ന പരിപാടിയുണ്ട്. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന്. അപ്പം അതൊക്കെ ചെയ്യാൻ ഇതൊക്കെ കുറെ ടെക്നിക്കുകളും ഇതൊക്കെ ഇഷ്ടം വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ. അത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇതാണ് മെയിൻ. ഞാൻ ചോദിച്ചു സ്ത്രീകൾ എന്താ കൂടുതൽ ആവശ്യപ്പെടുന്നതെന്ന്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇതാണെന്നൊക്കെ. എന്നിട്ട് കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. എന്താണ് സ്ത്രീകൾ കൂടുതൽ ആവശ്യപ്പെടുന്നത്? അല്ല പുള്ളി പറഞ്ഞതാണ്. പുള്ളി പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ ഒക്കെ കുറെ പരിപാടികളുണ്ട്. അത് ചില പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമല്ല. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും എൻ്റെ വൈഫിനെ ഇങ്ങനെ ഹാപ്പി ആക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ തായ്ലൻഡ്, അയാൾ ഇങ്ങനെ ഓരോ രാജ്യം തിരിച്ച് ഓരോ ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു. ഇന്ന ആൾക്കാർക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന ആൾക്കാർക്ക് ഇങ്ങനെയാണ്. അല്ല അയാൾ ഇങ്ങനെ പറഞ്ഞു, അയാൾ പോയ എക്സ്പീരിയൻസ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ അടുത്ത 2 മാസം കഴിയുമ്പോൾ ട്രിവാൻഡ്രം വരുന്നുണ്ട് ഞാൻ കാണാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ആ കാണാന്ന് പറഞ്ഞു. ഇല്ല. എന്നിട്ട് പിന്നെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു ട്രിവാൻഡ്രം വന്നപ്പോ ഞാൻ കണ്ടില്ല. 2-3 ദിവസം കണ്ടിട്ട് പിന്നെ സീൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ട്രിപ്പിലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു. ഈ 2-3 ദിവസം പിന്നെ പിന്നെയും മെസ്സേജ് അയച്ചു. ഞാനെന്തായാലും പിന്നെ അങ്ങനെ നമുക്ക് ഈ പുള്ളിയുടെ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുക്കണം. പക്ഷെ അപ്പൊ എനിക്കറിയില്ല അവിടെ ഇയാൾ നുണ പറഞ്ഞാണോ ഒരു നമ്മുടെ അടുത്തുനിന്നൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നുണ പറഞ്ഞാണോ നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഇങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ കിട്ടുന്നത് നല്ല 22,000 അങ്ങനെ എന്താണൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. 22,000-25,000. അതായത് അത് ഇയാൾ പുറത്താ ചെയ്യുന്നത് ഈ ജോലി. ദുബായ് അങ്ങനെ ബേസ് ചെയ്ത് ഇവർക്ക് എന്തോ കമ്പനിയൊക്കെ ഉണ്ട് ഇതിന്. അപ്പൊ അവർക്കൊക്കെ ചെറിയ പൈസ ഇല്ല അവരെ സംബന്ധിച്ച്. അങ്ങനെ പുള്ളി കുറെ പേരുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചത്. മീൻസ് അങ്ങനെയല്ല, ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ചില്ല് ചെയ്യുന്നതിന്റെയും പിന്നെ അതിന്റെ ഒരു ആപ്പിനകത്ത് ഇങ്ങനെ ഇതിന്റെ എന്തൊക്കെയോ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആക്കിയിട്ടൊക്കെ എന്തൊക്കെയോ കുറെ എവിഡൻസ് പുള്ളി എനിക്ക് അയച്ചത്. കുറച്ച് നേരത്തെ മുമ്പ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് ഇവിടെ ഉണ്ട്. അത് ആൾക്കാർ അറിയണമല്ലോ. ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം, അതുപോലെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. പക്ഷെ ഇവരിതൊക്കെ കറക്റ്റ് നമുക്ക് ഒരു ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ അല്ലെങ്കിൽ പലയിടത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് അറിയുള്ളൂ. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇതുവരെ ഞാൻ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, കാണാൻ വേണം പറ്റും എനിക്ക്. വെയിറ്റിംഗ് ആണ് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ബോയ് ഫ്രണ്ട് ഉള്ളത് മതി. ഓക്കെ. അപ്പോ ആ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ ആണ്. അയാൾ എന്തോരം നുണയാണോ ശരിയാണോ എന്ന് പറയുന്നത് നമുക്ക്. അയാൾക്ക് ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളതാ ഈ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്. അടിപൊളി. അയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തപ്പോ ഫുള്ള് ഒരു ഫാമിലി മാൻ.
ഭാര്യ, കുട്ടി. അപ്പൊ അയാൾക്ക് അങ്ങനെ ഫേസ് അങ്ങനെ വരില്ലെന്ന് തോന്നുന്നു. അപ്പം ചിലപ്പം വീട്ടിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും ജോലി. ഇനി മെസ്സേജ് അയക്കുമ്പോ താല്പര്യം ഉണ്ടാവും, നമുക്ക് മാസ്ക് ഇട്ടിരുത്താം, നമുക്കൊരു പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇരുത്താം. എല്ലാവരുടെയും കൺസെന്റ് വേണമല്ലോ. അല്ല ഒന്ന് ചോദിച്ചു നോക്ക്. ഇല്ല പുള്ളി വരില്ല, പുള്ളി ഫാമിലി മാനാ. ഓക്കെ ഓക്കെ ഫൈൻ. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര വർഷത്തെ ഒരു ബോയ് ഫ്രണ്ട് ആണ്? എത്ര വർഷമായി ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 5 വർഷമായി. 5 വർഷവും? അപ്പൊ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞു എനിക്ക് അതിൽ നാളൊന്നും വാഴില്ല. അങ്ങനെയല്ല, എന്റെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ എല്ലാം കുറെ കാലം ഉള്ളതാണ്. ഓക്കെ. ഈ 5 വർഷം എങ്ങനെ? താങ്കൾ തന്നെ പലപ്പോഴും എന്റെ സ്വഭാവം വെച്ചിട്ട് കല്യാണം കഴിക്കാൻ പറ്റില്ല, എപ്പോഴാണെങ്കിലും ഡിവോഴ്സ് ചെയ്ത് പോവാം എന്ന് കഴിഞ്ഞ ഞാനൊരു വീഡിയോ അതുകൊണ്ട് മാനേജ് ചെയ്ത് പോകും. അങ്ങനെയല്ല, നമ്മളിപ്പോ ഞാനെന്ന് പറയുമ്പോൾ എന്താ പറയാ, എനിക്ക് കുറെ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കും. ഓക്കെ. അപ്പം അങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന ആളാണ്, പിന്നെ അതിന്റെ അടിയും മക്കളൊന്നും ഇല്ല. നമ്മൾക്ക് സമാധാനമാണല്ലോ വേണ്ടത്. സ്പേസും തരുന്നുണ്ട്. സ്പേസ്. ഇപ്പൊ എന്നെപ്പോലെ ഒരാളെ ബോയ് ഫ്രണ്ട് ആകുന്ന ആള്, ഗേൾ ഫ്രണ്ട് ആകുന്ന ആൾ ആദ്യമൊക്കെ എന്താ ചുമ്മാ ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് നമ്മൾ ഇന്റിമേറ്റ് ആയി കഴിയുമ്പോൾ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അങ്ങനെ പറയാത്ത ഒരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ സമാധാനം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ 5 കൊല്ലാത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് PG സെക്കൻഡ് ഇയർ റിലേഷൻ ആയിരുന്നു. 7 കൊല്ലം നീണ്ടു നിന്നൊരു റിലേഷൻ. അപ്പം അത് നമുക്ക് അതൊരു എന്താ പറയാ, ചെറുപ്പത്തെ പ്രായത്തിൽ അങ്ങനെ ഒരു നമുക്ക് ബോധം വിവരം അത്ര അധികം ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ മെച്ചൂർ ആയി കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലത്തെ റിലേഷൻഷിപ്പ് വന്നപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ റിലേഷൻഷിപ്പ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും, നല്ല രസമാണ്, ഭയങ്കര ഫീലിങ്സ് ആണ്, നല്ല രസമാണ്. നമ്മള് എന്താ സ്വർഗ്ഗലോകത്തൊക്കെ ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അടി തുടങ്ങും. ആ അടീനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്ത് സോൾവ് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളിക്കുക അങ്ങനെ പറയാൻ നിൽക്കില്ല. ആ ഒരു അടിയുടെ ഫേസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അതൊരു ഫേസാണ്. ആ ഫേസിനാണ് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. ടോക്സിക് ഏതാണ് പിരിഞ്ഞു പോകണം. പക്ഷെ ഞാൻ ഞാൻ മാക്സിമം ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ അങ്ങനെ എന്ത് വിധത്താണ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യും ഞാൻ. ആ റിലേഷൻഷിപ്പ് മീൻസ് നമ്മുടെ സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മുടെ സെൽഫ് റെസ്പെക്ട് അത് ആർക്കും അറിയത്തില്ല. നമ്മുടെ സെൽഫ് റെസ്പെക്ട് നിങ്ങൾ ഫെമിനിസ്റ്റുകൾ മിക്ക ആൾക്കാരും ഇങ്ങനെയാണ്, എനിക്കറിയാം. എന്റെ അമ്മ അവരെ ആൺപിള്ളേരെ കൊണ്ട് നടക്കുന്നത് കാണണം. നല്ല ഇതായിട്ടാണ് അവരെ ആണുങ്ങളെ കൊണ്ട് നടക്കുന്നത്. പ്രേമിക്കുന്ന സമയത്ത് ഡൗൺ ടു എർത്ത് ആണ്, പ്രേമിക്കുന്ന സമയത്ത് ഗർജിക്കുന്ന സിംഹമാണ്. അങ്ങനെയല്ല. ഇപ്പൊ നീയും ഞാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ വേറെ അല്ലേ, അപ്പുറത്ത് നമ്മള് ഹായ് ബൈ അങ്ങനെ ഒരു വേറെ ഇതല്ലേ. നമ്മളെ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ അല്ല നമ്മൾ റിയൽ ആയിട്ടുള്ള ആൾക്കാർ. ഫെമിനിസ്റ്റുകളാണ് സത്യം പറഞ്ഞാൽ ഫെമിനിസ്റ്റുകളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന പുരുഷന്മാരുടെ ഭാഗ്യം. കാരണം ഇഷ്ടം പോലെ സെക്സിന് ഒരു പഞ്ഞവും ഉണ്ടാവത്തില്ല. നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെമിനിസ്റ്റുകളെ തിരഞ്ഞെടുത്ത് നോക്ക്. അതായത് ഷോ ഓഫിന് വേണ്ടിയുള്ള ഫെമിനിസ്റ്റുകൾ ഉണ്ടാവും ചിലപ്പോൾ. റിയൽ ആയിട്ട് താങ്കൾ ഫേക്ക് ഫെമിനിസ്റ്റ് ആണോ ശരിക്കുള്ള ഫെമിനിസ്റ്റ് ആണോ? ഞാൻ ശരിക്കുള്ള ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ പറയും, ബാക്കി എല്ലാവരും ഫേക്ക് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കും. അതുകൊണ്ട് ഞാൻ അവർക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി അങ്ങനെയല്ല. നിങ്ങള് ഫെമിനിസ്റ്റുകളെ ഏതായാലും പരിചയപ്പെടണം. ആണുങ്ങളൊക്കെ നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. അപ്പൊ പേടിച്ച് അത് പരിചയപ്പെട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ. ഫെമിനിസ്റ്റുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം വിളിച്ചന്വേഷിക്കുക. അതാ ഞാൻ പറയാം, ശരിക്കുള്ള നമ്മൾ അവരെ വിളിക്കാനൊന്നും പോയില്ല, പോയ വഴി നമ്മൾ വിളിക്കൊന്നുമില്ല, വിളിക്കില്ല, എവിടെയാ അതൊന്നും വിളിച്ചൊന്നും അന്വേഷിക്കത്തൊന്നുമില്ല. റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ട്, അതായത് ചില ആൾക്കാരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ചില സമയത്ത് ഒരുപാട് ആണുങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണല്ലോ. മീൻസ് എന്താ പറയാ, ഒരുപാട് ഞാൻ കണ്ടുള്ള കുറേ ആളുകൾ ടോക്സിക്കാ, ഭയങ്കര കുറെ പെണ്ണുങ്ങൾ ഭയങ്കര ടോക്സിക്കാ. അതായത് എപ്പോഴും വിളിക്കുക, നീ എന്താ ചെയ്യാൻ, രണ്ടങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എന്നോട് ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ടേക്കും ഏതൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എപ്പോഴും വിളിച്ചന്വേഷിക്കുന്നതും അതൊന്നും അല്ല ചില ആൾക്കാർക്ക് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷമ സമയത്ത് കൂടെ ഉണ്ടാവുക. ലിവ് ഇൻ റിലേഷൻഷിപ്പിലൊന്നും അല്ല. എനിക്ക് ആരുടെ കൂടെ താമസിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് 2 ദിവസമൊക്കെ ഒരാളോടെ നിൽക്കുമ്പോൾ മടുക്കും. അതായത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതായത് എന്റെ വീട്ടിൽ അതിപ്പം നീ അങ്ങനെയല്ല, നീ ഒരു ഫ്രണ്ടായിട്ട് വന്നാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്റെ എന്റെ മനസ്സ് പറയുന്നത് ഇവരെങ്ങനെ ഞാൻ എന്തെങ്കിലും വീടായിരിക്കും അവിടെ പോയിട്ട് കൊച്ചി പോയിട്ട് 2 ദിവസത്തിൽ കൂടുതലൊന്നും നിൽക്കാൻ പറ്റൂല. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടിയ സമയത്ത് കുറെ ആൾക്കാരെ ഞാൻ ഒഴിവാക്കി. കാരണം അവരെല്ലാം മറ്റു ടീമിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഈ 5 വർഷമായി ഇപ്പോഴും പ്രശ്നമില്ലാതെ പോകും. അപ്പൊ നിങ്ങൾക്കൊരു
കല്യാണം കഴിച്ചില്ലെങ്കിൽ ഒരുമിച്ച് ഒരു പാർട്ട്ണർ, അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പ്രായമാകുമ്പോൾ നമുക്കൊരു കൂട്ട് വേണം എന്നൊരു തോന്നലുണ്ടാവാനുള്ള അല്ല ഇതിപ്പോ 5 വർഷം പൊട്ടാതെ പോയെന്ന് ചോദിച്ചാൽ 6ാമത്തെ വർഷം പൊട്ടിക്കൂടുന്നില്ലല്ലോ. അപ്പൊ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പൊട്ടാനുള്ള സാധ്യത എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട്. നിന്റെ റിലേഷൻഷിപ്പിലും ഉണ്ട്. ഇല്ല ഞാൻ പറഞ്ഞേ ഓരോ ആൾക്കാരുടെ റിലേഷൻഷിപ്പിലും ഉണ്ട് പൊട്ടും. അത് നമ്മളെങ്ങനെ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഈക്വൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുവാണെങ്കിൽ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഈ ടീനേജ് ലവിനേക്കാളും നല്ലൊരു ലവ് മെച്യൂർഡ് ആയിട്ട് നമുക്കൊരു ജോലിയൊക്കെ ആയി സ്വന്തം കാലം നിൽക്കാൻ. ടീനേജ് ലവ് എന്ന് പറയുമ്പോൾ ആ പ്രായം അങ്ങനെയാണല്ലോ. അതിന് വേറൊരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ എത്ര പ്രേമിച്ചാലും എനിക്കൊരു ബസ്സിലെ പാട്ട് കേട്ടിട്ട് അവനെ ഓർമ്മ വരത്തില്ല. എന്റെ കാമുകനെ ചിലപ്പോ ഓർമ്മ വന്നേക്കാം, ചില സമയത്ത് ഓർമ്മ വരത്തില്ല. പക്ഷെ നമ്മൾ ടീനേജിൽ അങ്ങനെയല്ലോ, നമ്മള് വേറെ ഇപ്പൊ നമ്മൾ എന്താ പൈസ വേണം, അത് വേണം, വീട്ടിലെ കാര്യം, അതൊക്കെയാണല്ലോ നമ്മുടേത്. പക്ഷേ ഒരു ടീനേജ് രസമാണ്, എല്ലാം. പക്ഷെ അത് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഗുഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പോകാനുള്ള സാധ്യതയും കൂടി അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു കാര്യത്തിൽ പറയാം, എൻ്റെ ആ സമയത്ത് ബോയ് ഫ്രണ്ട്, എൻ്റെ +1 +2 പഠിക്കുന്ന അവനാണ് എന്നോട് പഠിക്കും എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റി റാങ്ക് അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, മെഡിസിൻ. അപ്പോഴും പുള്ളിയുടെ ഒരു മോട്ടിവേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റാണ്. പുള്ളി ഈയിടയ്ക്ക് കുറേ കാലത്തിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു, ഹായ് സുഖമാണോ എന്ന്. അപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, എന്റെ എക്സ് മെസ്സേജ് അയച്ചു. ഞാൻ മറന്നിരിക്കുന്നു. നീ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നോ? ഇല്ല, ഞാൻ മെസ്സേജ് അയച്ചില്ല. എക്സ് മെസ്സേജ് അയച്ചു, ഞാൻ എന്ത് റിപ്ലൈ കൊടുക്കണം ഗൈസ്. അപ്പൊ പെണ്ണുങ്ങളെല്ലാം അയ്യോ കൊടുക്കല്ലേ, അങ്ങോട്ടേക്ക് പോലെ. ആളുകളല്ല കൊടുത്തു നോക്ക്, പാവം എന്താ പറയുന്നത് നോക്കാം. റീബൗണ്ട് ചെയ്ത് വന്നാൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ ഇത്രയും പഠിച്ചതിനൊക്കെ ഉള്ള ഒരു കാരണം പുള്ളിയും കൂടെ ഉണ്ട്. പുള്ളി എനിക്ക് കുറെ ബുക്കൊക്കെ വാങ്ങിയൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. സ്മരണ ജീവിതത്തിൽ മറക്കില്ല. സ്മരണ മറക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്ഷമിക്കാനും പഠിക്കണം. ചില കാര്യങ്ങൾ ഇപ്പം എന്നെ ഇപ്പം വഞ്ചിച്ച ആൾക്കാരൊക്കെ ഉണ്ട് റിലേഷൻഷിപ്പില്. ഏറ്റവും മറക്കാൻ പറ്റില്ല. ചീറ്റ് ചെയ്താലും നമ്മൾ അത് ഹീലായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അവരുടെ ഇപ്പൊ എനിക്ക് മെസ്സേജ് ഇല്ല അവന് വേണ്ടിയൊക്കെ ഞാൻ ചാവൂന്ന് ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് 3-4 മാസം കരഞ്ഞ്. ഞാനൊന്നും അങ്ങനെ പോവില്ല. പക്ഷെ ഞാനത് ഹീലായി. അവൻ കല്യാണം കഴിച്ച് കൊച്ചൊക്കെ ആയി. പക്ഷെ ഞാൻ ഹീലായി. അതുകൊണ്ട് ഞാൻ റീപ്ലൈ കൊടുത്തു. പക്ഷെ റീപ്ലൈ കൊടുക്കും ബൗണ്ടറി. ഇപ്പൊ എന്താ ചെയ്യുന്നേ, അപ്പം ഞാൻ ഇത് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കും, മറ്റൊന്നല്ല. എന്നിട്ട് ഓക്കെ തംസ് അപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. മറ്റേ ഇതാക്കാതിരിക്കണം, കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അതായത് ഫോളോ ചെയ്യും, അങ്ങനെ ഒന്നുമില്ല. എന്നാലും ചീറ്റ് ചെയ്യപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്തുണ്ടായേ? അതായത് ഒരാള് എനിക്ക് അവനോട് ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല. ഏത് സമയത്ത്, ഏത് കാലഘട്ടം, എത്രാമത്തെ? മൂന്നാമത്തെ. ഒന്നും പറഞ്ഞ് 2 പറഞ്ഞില്ലല്ലേ, മൂന്നാമത്തെ. ഏതൊരു കാലഘട്ടം? ഡിഗ്രി? ഞാൻ BEd പഠിക്കുന്നതിന് മുമ്പ് 2018-19 ആ ടൈമില്. അപ്പൊ എനിക്ക് അവനോട് ഇഷ്ടമേ, മീൻസ് എന്റെ ഫ്രണ്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. തങ്കപ്പെട്ട ആരാണെന്നോ ഇതൊന്നും പറയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടം. അപ്പൊ എന്റെ എല്ലാ റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് ഉൾപ്പെടെ ഞാൻ അങ്ങോട്ട് പോയി ക്രഷ് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വളച്ചെടുക്കുക എന്നൊക്കെ ഉള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഒരാളെ ക്രഷ് അടിക്കുക, അവരെ പോയി അങ്ങോട്ട് സംസാരിക്കുക, അവരെ വളച്ചെടുക്കുക. ഇങ്ങോട്ട് വന്ന് ആരും ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്നെ ഇങ്ങോട്ട് ആരും ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ. എന്നിട്ട് ഇവനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് എനിക്കാണെങ്കിൽ ലാസ്റ്റ് ഇവനാണിങ്ങനെ ഇവനെ അന്നേരം തന്നെ 10-30 വയസ്സും കണ്ടുണ്ടായിരുന്നു. എനിക്കാരും സെറ്റായിട്ടില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും. ഇങ്ങനെ ദുഃഖം പറയും. അങ്ങനെ ദുഃഖം പറഞ്ഞ് ഞാൻ പിന്നെ റിലേഷൻഷിപ്പായി അവനുമായിട്ട്. വളഞ്ഞ് പാവം തോന്നി, സങ്കടം തോന്നി, തോന്നി. അപ്പൊ ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് ഗ്യാങ് കുറേ ഉണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇവനോട് ബൈക്കിൽ എവിടെയൊക്കെ പോകുമ്പം ആൾക്കാരൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ ഇവൻ ആ കൂട്ടുകാരോടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര കടി മൂത്തന്റെ പുറകെ നടക്കുവന്ന്. എനിക്ക് തോന്നുന്നു അവനെ ഭയങ്കര ഇഷ്ടം, നല്ലൊരു മനുഷ്യനായിട്ടായി എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ എന്താ പാവം എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അല്ല. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ വിട്ടുപോയി. മനസ്സിലായോ? എന്നെ എല്ലാവരും പിന്നെ ഭയങ്കര മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇവൻ എന്നോട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വേറെ ആളോട് പറയരുതെന്നും പറഞ്ഞു. അപ്പം ഞാൻ അയ്യോ പാവം, ഇവനൊരു എന്തൊരു പ്രശ്നമായാലോ
അപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലല്ലോ, അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് വേറെ ആൾക്കാരെ. അപ്പൊ അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മീൻസ് വേറെ അവന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അന്നേരം അവൻ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് കാണാൻ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന കാലമായിരുന്നു, റിലേഷൻഷിപ്പില് ഇരിക്കുന്ന സമയത്ത്. അപ്പൊ പക്ഷെ അവന് പെണ്ണ് സെറ്റാവുന്നില്ല, അവന് പെണ്ണ് സെറ്റാവുന്നില്ല. പെണ്ണ് അവൻ കുറേ നിങ്ങളൊന്ന് ആലോചിച്ചോ, ഇത് ഞാൻ റിലേഷൻഷിപ്പ് ആയിരിക്കുന്ന സമയത്ത് അവൻ വേറെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്, എനിക്കത് പ്രശ്നമില്ല, ഞാൻ കല്യാണം കഴിക്കില്ല. ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ ഞാൻ എന്റെ വിചാരം ഇവനൊന്നും ഇപ്പൊ പെണ്ണ് ഇവൻ കുറെ പെണ്ണ് കാണാൻ പോയി, ഇവന് പെണ്ണ് കിട്ടുന്നില്ല. അവനെ എന്നിട്ട് ഇവനാണ് എപ്പോഴും വന്ന് ദുഃഖം പറയും, ഞാനാണ് സമാധാനിക്കണം, നിനക്ക് പെണ്ണ് കിട്ടും, നീ സമാധാനിക്കുന്നൊക്കെ പറഞ്ഞ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എന്റെ കഥയുടെ നിങ്ങൾക്ക് ബോധം പോകും നിങ്ങളെ. അങ്ങനെ ഞാൻ സമാധാനം ശ്രമിച്ചു. അങ്ങനെ ഇവൻ എന്നോട് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ റിലേഷൻഷിപ്പ് പറയത്, കാരണം ഇവന്റെ പിന്നെ ഭാവി ജീവിതത്തെ അത് ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഇവന്റെ കൂടെയുള്ള ഫോട്ടോ എടുത്തിടാൻ അങ്ങനെ സമ്മതിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇതായി കഴിഞ്ഞ് ഒരു പ്രാവശ്യം എന്തോ ഒരു ഇവന് പിന്നെ ഒരു പെണ്ണ് കണ്ടപ്പോൾ ഓക്കെ ആയി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. എന്റെ കയ്യിൽ നിന്ന് ഇവന് പെണ്ണ് അപ്പൊ എനിക്ക് ഭയങ്കര എന്റെ വിഷമം ആരോടെങ്കിലും പറയാനല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ഒരു പെണ്ണിനോട് പറഞ്ഞു. അത് ഫ്ലാഷ് ന്യൂസ് ആയി. ഫ്ലാഷ് ന്യൂസ് അല്ല, അപ്പൊ കുറെ പെണ്ണുകളുണ്ടെന്ന് ഇതേപോലെ, വേറെ പെണ്ണുങ്ങളുണ്ട് ഇതേപോലെ ഇതേപോലെ സെറ്റപ്പ്. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ അപ്പൊ വേറെ പെണ്ണുങ്ങളും ഇതേപോലെ ഉണ്ടെന്ന് മനസ്സിലായി. അതായത് ഇവനുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉള്ള, മനസ്സിലായോ? റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഉണ്ടാവുമല്ലോ സെക്ഷൽ റിലേഷൻഷിപ്പ്. പക്ഷെ അവന്റെ സെക്സ് വലിയ കൊള്ളത്തില്ലായിരുന്നു. അത് എടാ സെക്സ് ഒരു റിലേഷൻഷിപ്പ് സെക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ സെക്സ് നല്ല അല്ലെങ്കിൽ നമുക്ക് അവരോട് വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് എൻ്റെ അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ടാവും, ചില ആൾക്കാർ പറയത്തില്ല അത്, മനസ്സിലായോ? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് 19 വയസ്സുള്ള ആൾക്ക് ചില പുറത്തേക്ക് വരുന്നത്. എന്ത് ഈ സെക്സ് എത്ര പ്രശ്നമല്ല എന്ന് പറയുന്നതുകൊണ്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല. അതായത് താങ്കൾ പറഞ്ഞു സെക്സ് ഒരു പ്രശ്നമല്ല, സെക്സ് ഉണ്ടാവും, ശരിയാണ് സെക്സ് ഉണ്ടാവും, പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ ഇവരുടെ കൂടെ ഒക്കെ പോയിട്ടേ സേഫ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിപ്പോ 4-5 പിള്ളേരായിട്ട് ഞാൻ ഇവിടെ ഇന്റർവ്യൂ വന്നിരുന്നേ, മനസ്സിലായോ? അതാണ് നമ്മൾ സേഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. സേഫ് സെക്സ് ചെയ്യണം, ഓവുലേഷൻ ടൈം നോക്കാതെ. അതൊക്കെ പീരിയഡ് ട്രാക്കർ ആപ്പുകളൊക്കെ ഉണ്ട്, അതിനകത്ത് ഹൈ ചാൻസ് ഓഫ് പ്രഗ്നൻസി ഉണ്ടാവും. അതൊക്കെ നോക്കി അങ്ങനെ ചെയ്യണം. അതിനാണ് സയൻസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്, എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പില്ല് അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാർ അബോർഷൻ ചെയ്യാൻ പോയി, അവർ കോണ്ട യൂസ് ചെയ്തിട്ടും കുട്ടി ഉണ്ടായി. ഓക്കെ, അപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കോണ്ട യൂസ് ചെയ്താലും ചിലപ്പം കുട്ടി ഉണ്ടായെന്നിരിക്കാം, അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, എനിക്കറിഞ്ഞിട്ടുമായിരുന്നു. അത് 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ വാലിഡിറ്റി ഉള്ള അതിങ്ങനെ ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇത് അറിയാത്ത കുറേ പേരുണ്ടാവും. ഈ ഇന്റർവ്യൂ കാണുമ്പോൾ അത് അവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പം എന്തായിരുന്നു പറഞ്ഞു തന്നെ അവനെന്നെ ചതിച്ചത്. അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലായി. അപ്പം അന്നേരമാണ് ഈ പെണ്ണുങ്ങളെല്ലാം പറയുന്നത് ഇതായിരുന്നു കഥ എന്ന്. അത് അവൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തി നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അങ്ങനെ അതാണ് ലൈഫിലെ ഏറ്റവും വെറുത്ത ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. വെറുത്തുന്നില്ല. പിന്നെ പുള്ളി ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എന്നെ കാണാൻ വിളിച്ചു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെയാണ് കാണാൻ വിളിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി ബസ്സിലായിരുന്നു, ട്യൂഷൻ എടുക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ട് സുഖമാണോ, സുഖം, ഭാര്യയ്ക്ക് എങ്ങനെ ഉണ്ട്, പിള്ളേരെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോയി. അത്രേ ഉള്ളൂ. അതിൽ കൂടെ നമ്മൾ മിണ്ടൂല. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ നമ്മൾ അയാളുടെ ദേഷ്യം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളവരെ അപ്പം നമ്മളെ ഓരോ ആൾക്കാർ ഇങ്ങനെ ദ്രോഹിക്കുമ്പം നമ്മൾ അവരോട് കുറച്ച് നമ്മൾ കരയും വിഷമിക്കും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളത് ഹീലായി കഴിഞ്ഞ് പിന്നെ അവരോട് ദേഷ്യം വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവരും ചിന്തിക്കും ഞാനെന്ന് ഇത് എന്ത് വൃത്തികേടാ എന്ന് ചിന്തിക്കുമല്ലോ. ഞാനൊരു പേഴ്സണലായിട്ട് ചോദിക്കുന്നത്, ലൈക്ക് ഇത്രയൊക്കെ ആയിട്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? വേണ്ടായിരുന്നു. നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളുടെ അത് പറയാൻ പറ്റത്തില്ല, അത് കേസുമായിട്ട് കോടതി ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യം പറയാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ അനുസരിച്ച് ജീവിക്കണം. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് എത്ര റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ ഇപ്പം ഞാൻ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളെ, എൻ്റെ എഡ്യൂക്കേഷനെയും എൻ്റെ ലൈഫിനെയും അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. പാസ്പോർട്ട് കിട്ടുന്നതിലും കേസൊക്കെ ഉള്ളപ്പോഴേ കേസ് എൻ്റെ പേരിൽ വന്നതിൽ അതിലെനിക്ക് നല്ല അത് ചെയ്യണ്ടായി അങ്ങനെ പോകണ്ട. അത് മറ്റേ വിജയ് പി നായരുടെ മറ്റേ കേസുണ്ടല്ലോ, കരിയോയിൽ ഒഴിക്കുന്നത്, ആ കേസ്. അത് പിന്നെ അത് കാരണം എൻ്റെ ലൈഫിൽ കുറേ ഇപ്പം അതിനകത്ത് ഇൻവോൾവ് ചെയ്ത ബാക്കി ആൾക്കാർ ഓൾറെഡി ഏകദേശം സെറ്റായ ആൾക്കാരുടെ ലൈഫിൽ. പക്ഷെ എൻ്റെ ലൈഫിൽ അത് കുറച്ച് ഭയങ്കര ബാഡായിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് എടുത്തുചാട്ടമായിരുന്നു തോന്നിയോ?
അങ്ങനെ അത് നമുക്ക് പറയാം. അതെന്താന്ന് വെച്ചാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല. അത് കോടതിയിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് ഞാൻ എൻ്റെ മനസ്സിലുള്ള എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരെ എഫക്ട് ചെയ്യും. പേര് പറയണ്ട, അല്ലാതെ അത് പറയാൻ പറ്റത്തില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പല ആൾക്കാരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ആവും. അത് കോടതി കേസ് ഇരിക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. കേസ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. കേസ് കഴിയുമ്പോൾ പിന്നെ അവരോട് കേസ് കൊടുത്താലോ? കേസ് പോവുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് എന്താ പറയുക പുറത്ത് രാജ്യത്ത് പോകാനോ നമുക്ക് പാസ്പോർട്ടൊന്നും എടുക്കാൻ പറ്റില്ല കേസുള്ളതുകൊണ്ട്. അതാണ് കേസ് ഉണ്ടായ ഭയങ്കര പ്രശ്നമാണ്. അതാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. കേസ് വന്നാൽ പെട്ടതാണ്. അതെ, ഈ പാർട്ടിയുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു അവർ സേഫ് സോണാണ്. അതിൽ ആരാണ് നമ്മൾ പിരികേറ്റി വിടണതെന്ന് SFI ആയാലും KSU ആയാലും ആരായാലും, ഞാൻ ഒരു രാഷ്ട്രീയത്തെ പറ്റി എനിക്ക് രാഷ്ട്രീയത്തിൽ പാർട്ടി മാത്രമല്ല, ഇപ്പം നമ്മളെ കൂടെ നടക്കുന്ന പല ആൾക്കാർ, ഇപ്പം ചില ആൾക്കാർ ഗുണ്ട പരിപാടിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ചെയ്യാൻ നമ്മളെ വിടുന്ന ആൾക്കാർ ചിലപ്പോൾ സേഫ് ആയിരിക്കും, ഭയങ്കര സേഫ് ആയിരിക്കും. പക്ഷെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ആരും ഉണ്ടാവത്തില്ല. ആദ്യമൊക്കെ ഉണ്ടാവും ആൾക്കാർ ഭയങ്കര ആവേശത്തിൽ നമ്മൾ പാർട്ടിയുടെ ഒരു ആവേശം, ചോരത്തളപ്പ്. ഞാൻ പ്രത്യേകിച്ചും ഈ കോളേജ് സ്റ്റുഡൻസിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ആവേശത്തിൽ നമ്മൾ പല കാര്യങ്ങളും എടുത്ത് ചെയ്യും. പക്ഷെ ആ ആവേശത്തിൽ നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ സ്പോയിൽ ചെയ്ത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ശ്രീലക്ഷ്മി തന്നെ പറഞ്ഞു പാസ്പോർട്ട് കിട്ടാത്തതിൻ്റെ ഒരു ഇഷ്യൂ. അതെ അതെ, അത് നമ്മൾ കറക്റ്റായിട്ട് കേസ് വരാതെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, കേസ് വരാതെ നമ്മൾ ഡീൽ ചെയ്യണം. നമ്മൾ നിയമവ്യവസ്ഥേനനുസരിച്ച് ജീവിക്കണം. എന്തൊക്കെ മാസം പണി കിട്ടും. ലീഗൽ ലിറ്ററസി സ്കൂളിൽ കൊടുക്കണം. അതില്ലാത്തതുകൊണ്ടാണ് നമുക്കിത്. അല്ല, ലീഗൽ ലിറ്ററസി സ്കൂളിലുപരി ഇവരെ പാർട്ടി തലവന്മാരാണ് ആദ്യം കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ്. ഞാൻ ഒരു പാർട്ടീനല്ല പറയുന്നത്, എല്ലാ പാർട്ടിയിലും. അല്ല, ഇപ്പൊ തലവന്മാര് ജയിലിൽ പോയി കിടന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ചിലപ്പോൾ അത് മാസമായിട്ട് ഇറങ്ങി വരാം. അവർക്ക് ഒരു ജയിലിൽ പോയി, അതൊക്കെ തലവന്മാര്. പക്ഷെ ചില ആൾക്കാർ ഇതിനകത്ത് പെട്ടു. തലവന്മാർക്ക് ഇറങ്ങി വരാം, പക്ഷെ ഇതിന്റെ അണികൾ എന്ന് പറയുന്ന ഒരു വലിയൊരു കൂട്ടുണ്ട്. അവരാണ് അടി. അത് മാത്രമല്ല, ഇപ്പൊ ഒരു ED എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു സെൻട്രൽ ഏജൻസിനോട് ഏറ്റുമുട്ടുന്നതും നമ്മൾ പേഴ്സണൽ പ്രശ്നം. ഇപ്പൊ ഞാൻ നീ അടി ഉണ്ടാക്കിയാൽ ഞാൻ നീ തമ്മിലുള്ള പ്രശ്നമായിട്ട് വരിക. പക്ഷെ ഒരു ഏജൻസിനോട് അത് കുറച്ച് ഗവൺമെന്റുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ കുറച്ച് അത് VD സതീശൻ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാമർശമൊക്കെ ആയിരുന്നു. അതെന്തായാലും എനിക്കിപ്പോ ഞാൻ ED എന്ന് പറഞ്ഞ ആ സിസ്റ്റത്തോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല. കാരണം അവർ അത് പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യുന്നു, സംഘപരിവാർ, അതായത് BJP. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ED-നൊരു താല്പര്യവും ഇല്ല. പക്ഷെ എന്ന് ED പിണറായി വിജയനെ ചിലപ്പം എന്താ പൊളിറ്റിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ആ റെയ്ഡ് നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ അന്ന് അവിടെ ചെയ്തത് ശരിയല്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടി. അതല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കമ്മ്യൂണിസത്തിന്റെ എന്താ പറയാ, കമ്മ്യൂണിസ്റ്റ് അല്ല അവർ ശരിക്കും പറഞ്ഞത്. എനിക്കും ഞാനത് ലൈവ് കണ്ടോണ്ടിരിക്കുക. ആ വണ്ടി തല്ലി പൊട്ടിക്കുന്നു. ലൈവ് കണ്ടോ? ടിവിയില് ഞാൻ അവിടെ ഇല്ലല്ലോ, എനിക്ക് അടിയിട്ടില്ലേ. പക്ഷെ അത് ചെയ്ത് ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു ശരിക്കും ഗുണ്ടായിസം എന്ന് തന്നെ പറയാം. വണ്ടി തല്ലി പൊളിക്കുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? പാർട്ടി ഹൗസിൽ പാർട്ടിയുടെ അവിടെ കേറിയിരിക്കുന്നു, ഓഫീസിൽ കേറിയിരിക്കുന്നു, സേഫ് ആവുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ആ വണ്ടി ഏതോ ഒരു പാവപ്പെട്ടവന്റെ വണ്ടി. അതെ. അപ്പൊ എന്നാ പിന്നെ ഇത് ED റെയ്ഡിനെ വിട്ട ആൾക്കാരുണ്ടല്ലോ സെൻട്രൽ, അവരെ പോയി അവരുടെ വണ്ടി പോയി ഇടിക്കും ഇവര്. അതില്ല, ചെയ്യില്ല. അപ്പൊ പാവപ്പെട്ടവന്റെ തന്നെ തോതിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. പാവപ്പെട്ടവന് കേസ് കൊടുക്കാനും പറ്റിയില്ല. പാവപ്പെട്ടവന് സെറ്റിൽമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ വാർത്ത അങ്ങോട്ട് ഫിനിഷ് ചെയ്യാ ചെയ്തത്. ചിലപ്പോ സെറ്റിൽമെന്റ് പോലും ചെയ്യില്ല. കാരണം ഒരു ഗുണ്ടായിസം ഉണ്ട് ഈ പാർട്ടി. കാരണം ഇന്നോവയൊക്കെ വരുന്നതല്ലേ. അല്ല, പുള്ളി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് നാളെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു ഗുണ്ടായിസം ഉണ്ട് ഈ പാർട്ടിയിൽ. ഞാനത് ഇപ്പോഴും പറയുന്ന ഒരു പാർട്ടിനല്ല പറയുന്നത്. ഒരു പാർട്ടി ഇപ്പോൾ ഏത് പാർട്ടിയാലും ഒരു സമരം ചെയ്താലും സാധാരണക്കാരനാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മൾ സമരങ്ങൾ ചെയ്ത് തന്നെയാണ് മുന്നോട്ടേക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. ഇപ്പൊ ഈ ഗ്രാൻഡ് വിഷയത്തിലുള്ള സമരം നമ്മൾ അവിടെ സമരം ചെയ്ത് അവിടെ പോയി ഇരുന്നാലേ അവർ ഡിസ്കഷന് വിളിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. എന്നിട്ട് കട തല്ലിപ്പൊളിക്കലും വണ്ടി തല്ലിപ്പൊളിക്കലും എന്ന് പറഞ്ഞ് കത്തിക്കലും എന്ന് പറഞ്ഞാല് അതിപ്പോ നമ്മളിപ്പോ സമരം ചെയ്യുമ്പോഴും ഇപ്പം നമ്മളിപ്പോ സമരം ചെയ്യുമ്പോഴും ഒരു കട ഉണ്ടെങ്കിൽ ആ കട തുറന്നിരിക്കുകയാണെങ്കിൽ അവരുടെ മാക്സിമം അടയ്ക്കാൻ പറഞ്ഞു നോക്കുക. പക്ഷെ തല്ലിപ്പൊളിച്ചാല് അയാളും കുറെ പൈസ പറയണേണ്ട ഒരു രീതിയുണ്ട്. ചേട്ടാ ഒന്ന് അടക്കി, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യണേ എന്നിട്ട് അടയ്ക്കണില്ലെങ്കിൽ. പക്ഷെ ഞാനൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പറയില്ല. കാരണം അതാണ് ഓരോ ആൾക്കാരുടെ ക്യാരക്ടറും ആ വിഷയത്തിന്റെ ബാക്കിലുള്ള ആ റേജും പോലെ ഇരിക്കും. നിതിൻ രാജ് വിഷയത്തില് നടന്നപ്പോ അതൊരു റേജ് ആണ്. അതായത് നമ്മുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടീനെ കൊലക്ക് കൊടുത്തിട്ട് ഗവൺമെന്റ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. ദീപകിന്റെ ഇഷ്യൂല് എല്ലാവരും ഇൻവോൾവ്മെന്റ്, കേരളം മൊത്തം അതിന് കൂട്ടുനിന്നു, അതിന് വേണ്ടി സംസാരിച്ചു. നിങ്ങളെപ്പോലെ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ സംസാരിച്ചു. അത് നിങ്ങൾക്ക് വളരെയധികം ഭയങ്കര മോശമായിട്ട് നമ്മൾ ആ ഇന്റർവ്യൂ പോലും നമ്മളത് റീസണാണ്. നിതിൻ രാജിന്റെ കേസ് വന്നപ്പോൾ കേരളത്തിന്റെ പകുതി എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രത്തോളം ആൾക്കാർ അതിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അതിനെ പറ്റി സംസാരിക്കും. അതെവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതിന് കേസ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലൊരു ഹൈയറാർക്കി അല്ലെങ്കിൽ കുറച്ച് കാശുള്ള ആൾക്കാർ അതിലുള്ളത് കൊണ്ടായിരിക്കാം മേ ബി ഇതിന് ഒരു അറ്റൻഷൻ കുറഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും. അതെ, അത്
ഒന്നാമത്തെ കാര്യം ആരാണ് ഇര, ആരാണ് പ്രതിഭാഗത്ത് വരുന്നത്, ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദീപകിന്റെ കേസിൽ ഒരു മെയിലാണ് അവിടെ ഇരയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, പ്രതിഭാഗത്ത് വരുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ സ്ത്രീകൾ പ്രതിഭാഗത്ത് വരുമ്പോൾ റേജ് കൂടുതലാണ്. അത് സ്ത്രീകൾ കുറച്ച് സോഫ്റ്റ് കോർണർ ഉള്ളതായിരിക്കണം, അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പം സ്ത്രീകളെ ഇങ്ങനെ ക്രൈം ചെയ്യുമ്പോൾ ഭയങ്കര റേജ് വരും അവിടെ, അതാണ് അവിടെ വർക്ക് അയക്കുന്നത്. മറ്റേ സ്ഥലത്ത് ഒരു കുട്ടി, ഒരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ദളിതായിട്ടുള്ളൊരു കുട്ടിയാണ് ഇര, പ്രിവിലേജ് ഉള്ള ഒരാളാണ് അതിനകത്തെ പ്രതിസ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പോൾ അവരെ എല്ലാവരും സഹായിക്കുകയാണ്. ഇപ്പം ഈ ആത്മഹത്യാ പ്രേരണ ഇത് ഡയറക്റ്റ് ആയിട്ട് അവിടെ എവിഡൻസ് ഉണ്ട്, മനസ്സിലായോ? അതായത് ഈ നിതിൻ രാജ് ഒരുപാട് പ്രാവശ്യം വോയിസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഇപ്പൊ ഷിംജിത്തിനെ അവിടെ ആത്മഹത്യാ പ്രേരണയെ കുറിച്ച് അറസ്റ്റ് ചെയ്തു, ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആയപ്പോൾ പിണറായി സർക്കാർ അവരും അറസ്റ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സർക്കാർ വന്നു, അവരും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രിവിലേജ് ഉള്ള അധികാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഫേവറബിൾ ആണ്, എല്ലാ കാര്യവും ഫേവറബിൾ ആണ്. പക്ഷെ ഇതിനൊരു മാറ്റം ഉണ്ടാവോ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ തലപ്പത്തിരിക്കുന്നവർ കുറച്ച് എമ്പതിയുള്ള, എന്താ പറയാ, തലപ്പത്തിരിക്കുന്ന ആൾ എൺപതി ഉണ്ടെങ്കിലും അതിന് മുകളിലിരിക്കുന്ന ആൾക്ക് ഇതൊരു ഹൈറാർക്കി സിസ്റ്റം ആണല്ലോ. അതിപ്പോ ഇപ്പൊ ഒരു IAS കാരന് തല കുനിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു പൊസിഷൻ IAS അല്ലെങ്കിൽ IPS എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഡിഗ്നിറ്റിയാണ് ഞാൻ കാണുന്നത്. അവിടെ പഠിപ്പില്ലാത്ത ഒരാളെ ഒരു MLA അല്ലെങ്കിൽ വേറെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പോലും അവർ വന്നു നിന്ന് കഴിഞ്ഞാൽ അവരൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IAS കാരൻ താഴേക്ക് പോവാണ്. അതെ. അത് ഞാനിങ്ങനെ ഒരു IAS കാരൻ നമ്മളെ എന്തോ ഒരു കോച്ചിങ് ഏതോ ക്ലാസ്സിലൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അതായത് ഈ സർവകക്ഷി യോഗം വിളിക്കൂലേ, ഈ കൊലപാതകം ഒക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും, അന്നേരം ഇവർ കാല് പിടിക്കണം, എല്ലാവരും ഇറങ്ങിയൊക്കെ പോകുന്നു. അപ്പൊ ഈ നേതാക്കന്മാരുടെയൊക്കെ കാലൊക്കെ പിടിക്കണം നമ്മൾ, ഇവരൊക്കെ പോയിട്ട് എന്റെ അവസ്ഥയാണ്. പ്ലീസ്. നമ്മുടെ നാട്ടിലെ ഒരു ശാപമായിട്ടാണ് ഞാൻ അല്ലാണ്ട് ഇപ്പൊ വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നാട്ടിന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്, പൊസിഷൻ. പക്ഷെ അതിനകത്തും ഇതിനെ എന്താ പറയാ, ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം മറ്റേ ശ്രീറാം വെങ്കിട്ടറാമിനെ പോലെയുള്ള ആൾക്കാരെ, അവര് ആൽക്കഹോൾ മദ്യത്തില് കുടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്, അത് മീഡിയ കൂടെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പുള്ളിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ടില്ല, ആൽക്കഹോളിന്റെ മദ്യപിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ വേറെ ആളാണ് വണ്ടി ഓടിച്ചത്. അപ്പം പല ആൾക്കാരും പല രീതിയിലും, അതും പ്രിവിലേജ് ഉള്ള ആളാണ്. വെങ്കിട്ടറാമൻ അവരൊക്കെ പ്രിവിലേജ് ഉള്ള ആൾക്കാർ കമ്മ്യൂണിറ്റിന്ന് വരുമ്പോൾ കുറച്ച് ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമ്മളിങ്ങനെ സമയം പോയത് എനിക്കും അറിയില്ല. ചർച്ചകൾ ഒരിക്കലും ഇവിടെ തീരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനും പറ്റിയ ഏറ്റവും കംഫർട്ട് സോണായിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ട് സംസാരിച്ചു. പക്ഷേ ചില ഒരു പോയിന്റിലെത്തി നമ്മൾ റേസായി വീണ്ടും നമ്മൾ താഴോട്ടെത്തി. അതാണ് എനിക്ക് തോന്നുന്നു താങ്കളായിട്ടുള്ളൊരു ബോണ്ട്. ഞാൻ താങ്കളായിട്ടുള്ള ബോണ്ടല്ല, താങ്കൾ നമ്മളൊരു നല്ല ഫ്രണ്ട്സാണ്. ഞാൻ പറയുന്നത് അതല്ല, താങ്കൾ എങ്ങനെ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. അതായത് എത്ര ഏജായിട്ട് വന്നാലും താങ്കൾ ഒരു ക്ഷമ അല്ലെങ്കിൽ താങ്കൾക്കുള്ളിലെ ഒരു ബോധമുണ്ട്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ആ കാര്യത്തിൽ താങ്കളെ ഞാൻ എപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ, ഫസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളേ അല്ല, ഇന്നും കുറെ കാര്യങ്ങൾ ഡിസ്കസ് പക്ഷെ എനിക്ക് മനസ്സിലായി, എനിക്ക് അത് പറയേണ്ട ഒരു കാര്യം അതല്ല, എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ, 19 വയസ്സുള്ള കുട്ടീനെ ഞാൻ സപ്പോർട്ട് ചെയ്തു, മറ്റേ അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ആൾക്കാരെല്ലാം ട്രോൾ ഉണ്ടാക്കിയത് ഞാൻ അവർക്ക് വേണ്ടി കുപ്പായൊക്കെ ഇട്ട്, ജഡ്ജിന്റെ കുപ്പായ ഇട്ട് ഞാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ പോകും. അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഓരോ വിഷയത്തെ ഓരോ രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ലാസ്റ്റായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എല്ലാ ആൾക്കാരും ഇപ്പൊ തെറി വിളിക്കും. പണ്ട് തെറി വിളിച്ച ആൾക്കാരും മാറി ചിന്തിച്ച് എന്താ പറയാ, എനിക്ക് തന്നെ എന്നെ തെറി വിളിക്കുന്നൊക്കെ ഓക്കെ. പക്ഷെ നമ്മളിപ്പം ഞാനിപ്പം നേരിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് എപ്പോഴും തെറി വരുന്നതാണ്. പക്ഷെ ഈ പ്രാവശ്യമാണ് എനിക്ക് ഫിസിക്കൽ നിന്ന് അടുത്ത് വന്നിട്ട് ഒരാൾ ഇതുപോലെ കമന്റ് അടിച്ചൊരു അനുഭവം ഉണ്ടായത്. അപ്പം ഞാൻ ഉടനെ പോലീസിനെ വിളിച്ചു. അതായത് നമ്മളവിടെ ഇങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരുന്ന നമ്മളവിടെ വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചു. അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നത് നേരിട്ട് വരുമ്പോൾ അത് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ തെറി വിളിക്കുന്നത് നിങ്ങൾ നേരിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കേസുമായിട്ട് പോകേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയിൽ ആരും കേസൊന്നും കൊടുക്കുന്നില്ല മിക്ക ആൾക്കാരും, കാരണം കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ നേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വരും. അപ്പം ഫിസിക്കലായിട്ട് ഇതുപോലെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയേ ചെയ്യേണ്ട. അത് പറ്റുകയില്ല, നമ്മുടെ ഇവിടെ പറ്റത്തില്ല.
അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ ഇന്ന് ആൾക്കാർ തെറി പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാറി ചിന്തിക്കും. പല ആൾക്കാരും പല കാര്യങ്ങളും മാറി. പിന്നെ നമ്മളും മനുഷ്യന്മാരാണ്. നമ്മളും പറയുന്നതിന് ചില കാര്യങ്ങളൊക്കെ നല്ലതുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ മോശമുണ്ടാവും. നിങ്ങൾക്ക് എടുക്കേണ്ടത് എടുക്കുക, എടുക്കേണ്ടാത്തത് എടുക്കാതിരിക്കുക. പിന്നെ രേണുസുധീനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക. പ്രിവിലേജ് ഉള്ള ആൾക്കാരെ കൂടെ നിങ്ങൾ അവർ ചെയ്യുന്ന തെറ്റും കൂടെ അറ്റാക്ക് ചെയ്യുക, പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് തന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്കളുടെ വിലപ്പെട്ട സമയം, അതായത് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചി വരെ വന്നിട്ടാണ് ഈ ഇൻ്റർവ്യൂ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൾക്കാർ പലതും പറയും, ട്രോൾ ചെയ്യും, പക്ഷെ നാളെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. അതിൻ്റെ മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ ചെറുതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കണ്ടുപിട്ടാം. ദിസ് ഇസ് ആർജി കിരൺ സൈനിങ് ഓഫ് ഫ്രം മൈ മീഡിയ. ബൈ.